KSTയുടെ അധ്യാപക ലോകം ഫേസ്ബുക്ക് പേജിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി ഫിസിക്സ് ആണ് നമ്മൾ റിവിഷൻ നടത്തുന്നത്. അതിൽ ഒന്നാമത്തെ പാഠഭാഗം ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്, വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങളാണ് നമ്മൾ ഇന്ന് റിവിഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. 6-7 മാർക്ക് വരെ ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മുടെ എക്സാമിനുണ്ടാവും. അതുകൊണ്ട് വളരെ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ തന്നെയാണിത്. അപ്പോൾ അതിനകത്ത് ആദ്യം നമ്മൾ ഓർത്തിരിക്കേണ്ടത് 1 മാർക്കിന്റെ ചോദ്യമായി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ആ എനർജി ചേഞ്ച്, ഊർജ്ജമാറ്റം എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ നിരവധി ഉപകരണങ്ങളുണ്ട്. ആ നിരവധി ഉപകരണങ്ങളിൽ ഒന്നാണ് നമ്മുടെ വീട്ടിലെ ഫാൻ. ആ ഫാൻ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ അവിടെ ഇലക്ട്രിക് എനർജി മെക്കാനിക്കൽ എനർജിയായി മാറുന്നു. അതിനകത്തേക്ക് ഇലക്ട്രിസിറ്റി, വൈദ്യുതി കൊടുക്കുമ്പോൾ അത് യാന്ത്രിക ഊർജ്ജമായി മാറുന്നു എന്നുള്ളത് ഓർത്തിരിക്കേണ്ട ഒരു സംഗതിയാണ്. മറ്റൊന്ന്, നമ്മുടെ വീട്ടിലെ അയൺ ബോക്സ്. ആ അയൺ ബോക്സിനകത്തേക്ക് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ അതിനകത്തേക്ക് വൈദ്യുതി കടന്നു ചെല്ലുകയും അപ്പോൾ അതിൽ നിന്ന് വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറുകയും ചെയ്യും. അതായത് ഇലക്ട്രിക് എനർജിയെ ഹീറ്റ് എനർജിയാക്കി മാറ്റുന്ന ഉപകരണമാണ് അയൺ ബോക്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു എനർജി ചേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് ആദ്യമായിട്ട് അവിടുന്ന് വരാൻ സാധ്യതയുള്ളത്. മറ്റൊന്ന് പറയുന്നത്, ഈ വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലങ്ങൾ കൊണ്ട് ഗുണമുള്ള നിരവധി ഉപകരണങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലെ ഇസ്തിരിപ്പെട്ടി, അയൺ ബോക്സ് എന്ന് പറയുന്നത്, ആ അയൺ ബോക്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് എനർജിയെ ഹീറ്റ് എനർജിയാക്കി മാറ്റുന്നതാണ്, വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്നതാണ്. മറ്റൊന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിലെ ഹെയർ ഡ്രയർ ആയിട്ട് ഉപയോഗിക്കുന്നത് വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കുന്നു, ഇലക്ട്രിക് എനർജിയെ ഹീറ്റ് എനർജിയാക്കി മാറ്റുന്നു. അപ്പോൾ താപോർജ്ജം, സേഫ്റ്റി ഫ്യൂസ് എടുക്കാം. നമ്മുടെ വീട്ടിലെ വളരെ പ്രധാനപ്പെട്ട, ഇനി നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ പഠിക്കും, സേഫ്റ്റി ഫ്യൂസ്. ആ സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത് താപഫലത്തിന് ഉദാഹരണമാണ്. താപം കൊണ്ടാണ് അതിന്റെ പ്രവർത്തനം നടക്കുന്നത്, ഹീറ്റ് കൊണ്ടാണ്. അങ്ങനെ ഹീറ്റിംഗ് എഫക്റ്റിന് നമ്മുടെ നിത്യജീവിതത്തിൽ ധാരാളം പ്രയോജനങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ അവിടെ മനസ്സിലാക്കിയിരിക്കുക. അത് കൂടുതൽ വ്യക്തമാക്കിയ ശാസ്ത്രജ്ഞനാണ് ജൂൾ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജൂൾസ് ലോ, ജൂൾ നിയമം നമുക്ക് പഠിക്കാനുണ്ട്. ആ ജൂൾ നിയമം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ജൂൾ നിയമത്തിൽ പറയുന്നത് H=I²RT എന്നാണ്. അതായത് ഒരു കണ്ടക്ടറിനകത്തുകൂടി, ഒരു ചാലകത്തിനകത്തുകൂടി ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ അതിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹീറ്റ് എന്ന് പറയുന്നത് I²R×T. ഇത് 3 കൂടെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റിന് തുല്യമായിരിക്കും. ഇതാണ് ജൂൾ നിയമം പറയുന്നത്. അതുകൊണ്ട് ആ നിയമത്തിന് പറയുന്ന പേരാണ് ജൂൾസ് ലോ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇക്വേഷൻ ഓർത്തിരിക്കുക. H=I²RT, H=VIT, H=V²×T/R. ഈ 3 ഇക്വേഷനും വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഇക്വേഷൻ വെച്ചൊരു പ്രോബ്ലം നമുക്ക് അവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്ന് മാത്രമല്ല, അവിടെ പ്രോബ്ലം ചെയ്യുമ്പോൾ സാധാരണ തെറ്റ് വരുന്നത്, ഈ ടൈം എന്ന് പറയുന്നത് മിനിറ്റിലായിരിക്കും നമ്മുടെ ചോദ്യത്തിൽ തരുന്നത്. ആ മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റി വേണം നമ്മൾ ചെയ്യാൻ. മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റാൻ 60 ഗുണിക്കണമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ആ രീതിയിൽ വേണം അത് ചെയ്തു പോകാൻ. അപ്പൊ ഹീറ്റ് എനർജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അതിനകത്ത് വരും. മറ്റൊന്നെന്ന് പറയുന്നത്, ഈ താപത്തെ, ഹീറ്റിനെ ഏറ്റവും സ്വാധീനിക്കുന്ന ഘടകം ഏത്? അവിടെ നിന്ന് തന്നെ വരുന്നതാണ്. ഹീറ്റിനെ ഏറ്റവും സ്വാധീനിക്കുന്ന ഘടകം ഏത് എന്നുള്ള ചോദ്യം. അപ്പൊ അത് I ഉണ്ട്, R ഉണ്ട്, T ഉണ്ട്. കറണ്ടിന്റെ തീവ്രതയുണ്ട്, വൈദ്യുത പ്രവാഹ തീവ്രതയുണ്ട്, റെസിസ്റ്റൻസ്, പ്രതിരോധമുണ്ട്, ടൈം ഉണ്ട്. ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്? ഹീറ്റിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വരും. അപ്പൊ നിങ്ങൾ അവിടെ ഓർത്തിരിക്കേണ്ടത്, നമ്മുടെ ഇക്വേഷനിൽ തന്നെയുണ്ട് H=I²RT എന്നാണ്. കറണ്ടിന്റെ സ്ക്വയർ ആണ് അവിടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഹീറ്റിനെ സ്വാധീനിക്കുന്ന ഘടകമാണ് I. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ് ഏറ്റവും കൂടുതൽ ഹീറ്റിനെ സ്വാധീനിക്കുന്ന ഘടകം. പിന്നീട് റെസിസ്റ്റൻസും ടൈമും ഉണ്ട്. അപ്പൊ അത് ഓർത്തിരിക്കണം. അവിടെ ഒരു വരാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറയുന്നത്, നമുക്ക് അവിടെ ഒരു പരീക്ഷണമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു, നിക്രോമും അലൂമിനിയവും നമ്മൾ സീരീസ് ആയി കണക്ട് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, നിക്രോമും അലൂമിനിയവും നമ്മൾ സീരീസ് ആയി കണക്ട് ചെയ്യുന്നു. രണ്ടിലേക്കും നമ്മൾ ഒരേ വോൾട്ടേജ് വൈദ്യുതി കടത്തിവിടുന്നു. രണ്ടിലേക്കും ഒരേ വോൾട്ടേജ് വൈദ്യുതി കടത്തിവിടുമ്പോൾ ഏതായിരിക്കും ചൂടാവുന്നത്? രണ്ടും സീരീസ് ആണെന്ന് ഓർക്കണം.
ശ്രേണി രീതിയിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവിടെ കറണ്ട് തുല്യമായിരിക്കും. അപ്പൊ ഏറ്റവും റെസിസ്റ്റൻസ് കൂടുതലുള്ളത് ആരാ? നിക്രോമിനാണ്. അത് അവിടെ ചൂടാവും സീരീസ് ആയി ഘടിപ്പിക്കുമ്പോൾ. എന്നാൽ പാരലായിട്ട് ഘടിപ്പിക്കുമ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുണ്ട് ഒരു ഹീറ്ററിന്റെ കണക്ക് കാണിക്കുന്നുണ്ട്. അപ്പൊ അവിടെ തന്നെ റെസിസ്റ്റൻസ് കുറഞ്ഞതാണ് കൂടുതൽ ചൂടാവുന്നത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം ഈ പാരലായിട്ട് ഘടിപ്പിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ കണക്ഷൻ പാരലാണ്, സമാന്തരമാണ്. പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഐ കോൺസ്റ്റന്റ് അല്ല. അവിടെ ഏറ്റവും പ്രതിരോധം കുറവ്, റെസിസ്റ്റൻസ് കുറവുള്ളത് അലൂമിനിയമാണ്. അപ്പൊ അലൂമിനിയത്തിലൂടെ ആയിരിക്കും കറണ്ട് കൂടുന്നത്. അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ ചൂടാവുന്നത് അലൂമിനിയം ആയിരിക്കും. ശ്രദ്ധിക്കുക, അവിടെ നിക്രോം അല്ല, പാരലായി നിക്രോമും അലൂമിനിയവും കണക്ട് ചെയ്ത് അതിനകത്തേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ അവിടെ ഏറ്റവും കൂടുതൽ ഹീറ്റ് ആവുന്നത് നിക്രോം അല്ല, മറിച്ച് അലൂമിനിയം ആയിരിക്കും. കാരണം പ്രതിരോധം കുറവുള്ളതിനകത്തു കൂടി, റെസിസ്റ്റൻസ് കുറവുള്ളതിനകത്തു കൂടി ഏറ്റവും കൂടുതൽ കറണ്ട് പാസ് ചെയ്യും. അപ്പോൾ കറണ്ട് ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്, അത് ഓർത്തിരിക്കുക. മറ്റൊന്നെന്ന് പറയുന്നത് റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ടതാണ്. ഈ റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട രണ്ട് രീതിയിൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. റെസിസ്റ്റൻസിനെ സീരീസ് ആയി ശ്രേണിയായിട്ട് ഘടിപ്പിക്കാം, പാരലൽ സമാന്തരമായി ഘടിപ്പിക്കാം. ഈ ശ്രേണിയായി ഘടിപ്പിക്കുമ്പോഴുള്ള പ്രത്യേകത, നമ്മൾ തന്നെ നമ്മുടെ ഉത്സവ പറമ്പുകളിൽ അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ അലങ്കരിക്കുമ്പോൾ ആ ബൾബുകളൊക്കെ ശ്രേണിയായിട്ടാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ശ്രേണിയായിട്ട് ഘടിപ്പിക്കുമ്പോൾ അതിന്റെ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അപ്പൊ ഇലക്ട്രിസിറ്റി ഹീറ്റായി പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പൊ അവിടെ ശ്രേണി ആവുമ്പോൾ ഇക്വേഷൻ ഇങ്ങനെയാണ്: R സമം R1 പ്ലസ് R2 പ്ലസ് R3, അങ്ങനെ പോകും ഇക്വേഷൻ. അപ്പൊ റെസിസ്റ്റൻസിന്റെ പ്രത്യേകത ശ്രേണിയിൽ ഘടിപ്പിക്കുമ്പോൾ പഠിച്ചോണം. എങ്ങനെയാണ് ശ്രേണിയുടെ പ്രത്യേകത? ശ്രേണിയിൽ I കോൺസ്റ്റന്റ് ആയിരിക്കും. I എന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ പ്രവാഹ തീവ്രതയാണ്, അത് കോൺസ്റ്റന്റ് ആയിരിക്കും. അതൊരു പോയിന്റാണ്. രണ്ടാമത്, വോൾട്ടേജ് ഡിഫറന്റ് ആയിരിക്കും. അപ്പോ പിന്നെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്, സഫല പ്രതിരോധം കൂടുതലായിരിക്കും. ഓർത്തിരിക്കുക, ശ്രേണിയായി നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ, റെസിസ്റ്റൻസിനെ ശ്രേണിയായി കണക്ട് ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്, സഫല പ്രതിരോധം കൂടുതലായിരിക്കും. രണ്ടാമത്, കറണ്ട് അവിടെ സെയിം ആയിരിക്കും, എല്ലാത്തിലും ഒരേ കറണ്ട് ആയിരിക്കും, പക്ഷെ വോൾട്ടേജ് ഡിഫറന്റ് ആയിരിക്കും. ഈ പോയിന്റുകൾ ഓർത്തിരിക്കുക. അതിന്റെ ഇക്വേഷൻ ശ്രേണിയായി ഘടിപ്പിക്കുമ്പോഴുള്ള ഇക്വേഷൻ R സമം R1 പ്ലസ് R2 പ്ലസ് R3, ഇത് ഓർത്തിരിക്കുക. ഇനി പാരലായിട്ടാണ് ഘടിപ്പിക്കുന്നതെന്ന് വിചാരിക്കുക. ഇപ്പൊ നമ്മുടെ വീട്ടിലെ കണക്ഷൻ എല്ലാം പാരലാണ്. റെസിസ്റ്റൻസ് പാരലാവുമ്പോൾ അതിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് 1/R സമം 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 എന്നിങ്ങനെ പോകും. ഇപ്പൊ രണ്ട് റെസിസ്റ്റൻസ് ഉള്ള ഒരു പ്രോബ്ലമാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെങ്കിൽ ഇക്വേഷൻ വളരെ എളുപ്പമാണ്. അതിന്റെ തന്നെ R സമം R1 ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അപ്പൊ ഓർത്തിരിക്കുക, പാരലായിട്ടാണ് റെസിസ്റ്റൻസ് ഘടിപ്പിക്കുന്നതെങ്കിൽ ഇക്വേഷൻ എങ്ങനെയാവും? R സമം R1 ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ 1/R സമം 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 ഇങ്ങനെ പോകും. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം അവിടെ നിന്ന് ചോദിക്കാം. ആ പ്രോബ്ലം ചോദിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പടം വരയ്ക്കാൻ ചോദിക്കാം. അപ്പോൾ സമാന്തരമായി ഘടിപ്പിക്കുമ്പോൾ ഒന്നിന് താഴെ മറ്റൊന്നുള്ള രീതിയിൽ ഘടിപ്പിക്കണം. രണ്ടെണ്ണം പാരലായിട്ട് ഒരെണ്ണം സീരീസ് ആയിട്ട് ഘടിപ്പിക്കാൻ കഴിയും. രണ്ടെണ്ണം സീരീസും ഒരെണ്ണം പാരലുമായിട്ട് ഘടിപ്പിക്കാൻ കഴിയും. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇതിന്റെ കണക്ഷൻ കൊടുക്കാം. അപ്പൊ ചിലപ്പോൾ ഒരു റെസിസ്റ്റൻസ് നമുക്ക് തരും, അതിന്റെ പടം വരയ്ക്കാൻ പറയും. അപ്പൊ നമ്മളത് ചെയ്തു നോക്കണം. ഇതെല്ലാം മൂന്ന് പാരലായിട്ടാണോ വെക്കേണ്ടത്, അതോ രണ്ടെണ്ണം പാരലും ഒരെണ്ണം സീരീസ് ആണോ, അതോ രണ്ടെണ്ണം സീരീസും ഒരെണ്ണം പാരലാണോ? ഇങ്ങനെ വ്യത്യസ്തമായി ചെയ്തു നോക്കി അതിന്റെ ആൻസർ കണ്ടെത്തി എഴുതാൻ ശ്രമിക്കുക. അവിടെ നിന്ന് ചോദിക്കാൻ ഇച്ചിരി അല്പം ടഫ് ചോദ്യമായി വരാൻ സാധ്യതയുള്ള ഒന്നാണ്. പിന്നെ ഒന്ന്, ഈ പാരലൽ റെസിസ്റ്റൻസിന്റെ പ്രത്യേകത എന്താണ്? പാരലലിന്റെ സമാന്തര രീതിയുടെ പ്രത്യേകത എന്താണെന്നുള്ളൊരു ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഓർത്തിരിക്കുക. നമ്മുടെ വീട്ടിലെ കണക്ഷൻ എല്ലാം സമാന്തര രീതിയാണ്, പാരലലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന്റെ വോൾട്ടേജ് സെയിം ആയിരിക്കും. അറിയാം, നമ്മുടെ വീട്ടിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് 230 വോൾട്ടേജ് ആണ്. എല്ലാത്തിനും കിട്ടുന്ന വോൾട്ടേജ് അതായിരിക്കും. എല്ലാത്തിലും വോൾട്ടേജ് സെയിം ആണ്, പക്ഷെ കറണ്ട് വ്യത്യസ്തമാണ്. ഓരോന്നിലൂടെ ഒഴുകുന്ന കറണ്ട് വ്യത്യസ്തമാണ്. അപ്പോൾ ഓർത്തിരിക്കുക, പാരലൽ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് സെയിം ആയിരിക്കും, കറണ്ട് ഡിഫറന്റ് ആയിരിക്കും, സഫല പ്രതിരോധം റെസിസ്റ്റൻസ് കുറവായിരിക്കും. ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അതാണ്, റെസിസ്റ്റൻസ് കുറവാണ്. അപ്പൊ ഇതാണ് സീരീസും പാരലലും തമ്മിലുള്ള ഒരു കമ്പാരിസൺ.
അവിടുന്ന് നല്ല ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ അത് പഠിച്ചുകൊണ്ട് പോകാം. മറ്റത്, വൈദ്യുതിയുടെ താപഫലം ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന നിരവധി ഉപകരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിക്രോം. നമുക്കറിയാം, ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, അയൺ ബോക്സിനകത്ത് നമ്മൾ നിക്രോം, അയൺ ബോക്സിനകത്തൊരു കോയിലുണ്ട്. ആ കോയിൽ നിക്രോമാണ്. പണ്ട് നമ്മൾ ചെയ്തിരുന്നത് എന്തായിരുന്നു, ഇസ്തിരിപ്പെട്ടി എടുത്തിട്ട് അതിനകത്തേക്ക് ചിരട്ടയുടെ കനലൊക്കെ ഇട്ട് ആ ചൂട് കൊണ്ടാണ് നമ്മൾ തുണി തേച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ അത് മാറി അല്ലെ. അയൺ ബോക്സിനകത്തേക്ക് നിക്രോം അവിടെ പരിചയപ്പെടണം. എന്താണ് നിക്രോം എന്ന കോയിൽ? നിക്രോം എന്ന കോയിൽ എന്ന് പറയുന്നത് ഒരു അലോയിയാണ്, ലോഹ സങ്കരമാണ്. നിക്കൽ, ക്രോമിയം, മാംഗനീസ്, അയൺ തുടങ്ങിയവയുടെ ഒരു ലോഹ സങ്കരമാണ് നിക്രോം എന്ന് പറയുന്നത്. ഒരു ലോഹ സങ്കരമാണ്. ആ നിക്രോമിനകത്തേക്കാണ് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കറണ്ട് പാസ് ചെയ്യുന്നത്. അതിന് ഹൈ റെസിസ്റ്റിവിറ്റിയാണ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഹൈ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നല്ല പ്രതിരോധമുള്ളതാണ്. മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണെന്ന് പറഞ്ഞാൽ നല്ല ദ്രവണങ്ങൾ കൂടുതലാണ്. എത്ര ചൂടായാലും അത് പൊട്ടിപ്പോവില്ല, ഉരുകിപ്പോവില്ല. അപ്പൊ അങ്ങനെയുള്ള, പിന്നെ റെഡ് ഹോട്ടാണ്, അത് ചൂടായി ചുവന്ന നിറത്തിൽ കാണപ്പെടും. അപ്പൊ അങ്ങനെയുള്ള ഒരു കോയിലിലേക്കാണ് നമ്മൾ ഈ വൈദ്യുതി കൊടുക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും അത് നല്ല ചുട്ടു പഴുത്ത് ചുവന്ന നിറത്തിലേക്ക് മാറും. നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. ആ അയൺ ബോക്സിന്റെ അകത്ത് അതാണ് സംഭവിക്കുന്നത്. നല്ല ഉരുകി ചൂടായി ആ ചൂട് കൊണ്ടാണ് നമ്മൾ തുണി തേക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, നിക്രോമിന്റെ പ്രത്യേകതകളാണ് ഹൈ റെസിസ്റ്റൻസ് ആണ്, ഹൈ റെസിസ്റ്റിവിറ്റി ആണ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. കാരണം ഉരുകി പൊട്ടി പോരുത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് റെഡ് ഹോട്ടാണ്, അത് ചുട്ടുപഴുത്ത് ചുവന്ന നിറത്തിലിരിക്കും. നിക്രോം എന്ന് പറയുന്നത് ഒരു ലോഹ സങ്കരമാണ്. നിക്കൽ, ക്രോമിയം ഒക്കെയുള്ള മൂലകങ്ങൾ ചേർന്നുള്ള ഒരു ലോഹ സങ്കരമാണ് നിക്രോം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ അതാണ് അവിടെ പ്രധാനപ്പെട്ട പ്രത്യേകത. നിക്രോം ഈസ് ആൻ അലോയി ഓഫ് നിക്കൽ, ക്രോമിയം ആൻഡ് അയൺ തുടങ്ങിയ മൂലകങ്ങളുടെ ലോഹ സങ്കരമാണ് നിക്രോം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് അവിടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് സേഫ്റ്റി ഫ്യൂസ് ആണ്. നമുക്കറിയാം, നമ്മൾ ടി വിയിൽ ഒരു ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ടി വിയിൽ ഒരു ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫ്യൂസ് വയർ ബ്രേക്ക് ആയി പോകും. അപ്പൊ നമ്മൾ ആ ഫ്യൂസ് കെട്ടിയിടുന്നു. 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ ഫ്യൂസ് കെട്ടിയിടുന്നതിനകത്ത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ആ ഫ്യൂസ് നമ്മൾ കെട്ടിയിടുമ്പോൾ കനം കൂടിയ കമ്പിയിട്ടാണ് കെട്ടുന്നതെങ്കിൽ, ശ്രദ്ധിക്കുക, ഫ്യൂസ് വയർ തിക്ക് വയറാണ് ഫ്യൂസ് വയർ ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പൊ എന്താണ് സേഫ്റ്റി ഫ്യൂസിന്റെ ഉപയോഗം? നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ഓവർലോഡിങ്ങോ ഷോർട്ട് സർക്യൂട്ടോ ഒക്കെ സംഭവിക്കാം. എന്താണ് ഓവർലോഡ്? ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ തന്നെ ഒരുപാട് ഉപകരണങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ അമിതമായ കറണ്ട് കയറി വരാം. ദാറ്റ് ഈസ് ഓവർലോഡ്. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ 2 വയറുകൾ തമ്മിൽ പരസ്പരം കണക്റ്റഡ് ആയിട്ടിരുന്നാൽ അപ്പോൾ അത് എന്തിന് സാധ്യതയുണ്ട്? ഷോർട്ട് ആവും എന്ന് നമ്മൾ പറയും. ഷോർട്ട് സർക്യൂട്ട് ആകുമ്പോൾ അപ്പോഴും അമിതമായ കറണ്ട്, എക്സസ് കറണ്ട് പാസിംഗ് ത്രൂ ദി സർക്യൂട്ട്. അമിതമായ കറണ്ട് നമ്മുടെ വീടുകളിലേക്ക് കടന്നു വരുമ്പോൾ ഫ്യൂസ് വയർ ബ്രേക്കായി പോയില്ലെങ്കിൽ, കട്ടിയുള്ള തിക്ക് വയർ കൊണ്ടാണ് ഫ്യൂസ് വയർ നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ ഈ ഫ്യൂസ് വയർ കട്ടാവില്ല. ഈ എക്സസ് കറണ്ട്, അമിതമായ വൈദ്യുതി നമ്മുടെ വീട്ടിലെ വിലപിടിപ്പുള്ള ഉപകരണങ്ങളിലേക്ക് എത്തിച്ചേരും. അങ്ങനെ അമിതമായ കറണ്ട് നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങളിലേക്ക് എത്തിച്ചേർന്നാൽ എന്താ സംഭവിക്കുക? അപ്പൊ ടെലിവിഷനിലേക്ക് എത്തുന്നു, ടെലിവിഷൻ നശിച്ചു പോകും. അല്ലെങ്കിൽ വീട്ടിലെ മറ്റു വിലപിടിപ്പുള്ള ഉപകരണങ്ങളിലേക്ക് എത്തിച്ചേരുന്നു, അപ്പൊ അത് ഉരുകിപ്പോവും. അപ്പൊ ഇങ്ങനെ വരാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഉപകരണമാണ് സേഫ്റ്റി ഫ്യൂസ്. ഇഫ് ആൻ എക്സസ് കറണ്ട് പാസിംഗ് ത്രൂ ദി സർക്യൂട്ട് ഡ്യൂ ടു ഓവർലോഡ് ഓർ ഷോർട്ട് സർക്യൂട്ട്, ഓവർലോഡ് മൂലമോ ഷോർട്ട് സർക്യൂട്ട് മൂലമോ അമിതമായ കറണ്ട് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഫ്യൂസ് വയർ ബ്രേക്ക് ആൻഡ് പ്രൊട്ടക്ട് ഓൾ ദി ഇലക്ട്രിക്കൽ അപ്ലയൻസസ്. ഫ്യൂസ് വയർ ഉരുകിപ്പോവുകയും മെൽറ്റ് ചെയ്യുകയും വീട്ടിലെ മുഴുവൻ ഉപകരണങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് സേഫ്റ്റി ഫ്യൂസ്. സേഫ്റ്റി ഫ്യൂസിന്റെ പ്രത്യേകത പഠിക്കണം. ഫസ്റ്റ് വൺ, വെരി തിൻ, അത് വളരെ കനം കുറഞ്ഞതായിരിക്കണം. ലോ മെൽറ്റിംഗ് പോയിന്റ്, പെട്ടെന്ന് ഉരുകി പൊട്ടിപ്പോകുന്നതായിരിക്കണം. ഇത് രണ്ടും. പിന്നെ മൂന്നാമത്തെ പ്രത്യേകത, ഇറ്റ് ഈസ് ആൻ അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ്. ടിന്നിന്റെയും ലെഡിന്റെയും ലോഹ സങ്കരമായിരിക്കണം. ഇത്രയും കാര്യം ഫ്യൂസ് വയറിനെ കുറിച്ച് ഓർത്തിരിക്കണം. പിന്നെ ഫ്യൂസിന് ലോ റെസിസ്റ്റൻസ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം.
പ്രതിരോധം കുറവാണ്, ശ്രേണിയിലാണ് അത് ഘടിപ്പിക്കുന്നതെന്ന് ഓർത്തിരിക്കണം, സീരിയസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത് ഫ്യൂസ് വയർ. ഈ പോയിന്റുകളൊക്കെ ഓർത്തിരിക്കണം. മറ്റൊരു പ്രത്യേകത, ഈ ഫ്യൂസ് വയർ എങ്ങനെ നമുക്ക് ബന്ധിപ്പിക്കാം, കണക്ട് ചെയ്യാം. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഫ്യൂസ് വയർ നമ്മൾ ആ ബോഡിയിൽ ഉറപ്പിക്കുമ്പോൾ അതിന്റെ 2 സ്ക്രൂവിലും ഇത് നല്ല ടൈറ്റ് ആയിട്ട് ബന്ധിപ്പിക്കുക. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഫ്യൂസ് വയർ അതിന്റെ അതിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കാൻ പാടില്ല. നോട്ട് പ്രൊജക്ട് ഔട്ട്സൈഡ് ഫ്യൂസ് വയർ, ദാറ്റ് ഇസ് വെരി ഡേഞ്ചറസ് അല്ലെ. ഫ്യൂസ് വയർ പുറത്തേക്കൊക്കെ തള്ളി നിൽക്കുന്നത് ഭയങ്കര അപകടം വിളിച്ചു വരുത്തുന്ന ഒന്നാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, അപ്പൊ നമ്മുടെ വീട്ടിലെ സേഫ്റ്റി ഉറപ്പാക്കുന്ന, സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന ഒന്നാണ് ഫ്യൂസ് വയർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്യൂസ് വയറിൽ നിന്ന് എപ്പോഴും ചോദ്യങ്ങൾ ഉണ്ടാവും. ഓവർലോഡും ഷോർട്ട് സർക്യൂട്ടും എന്ന് പറയുന്ന 2 കാര്യങ്ങൾ, ആ 2 സമയത്താണ് കൂടുതൽ കറണ്ട് നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നത്. ഓവർലോഡ് ആൻഡ് ഷോർട്ട് സർക്യൂട്ട്, ആ പോയിന്റ് ഓർത്തിരിക്കണം. മറ്റൊന്ന് പറയുന്നത്, വൈദ്യുത പവർ എന്ന് പറയുന്നതാണ്, ഇലക്ട്രിക് പവർ. ഇലക്ട്രിക് പവർ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. പവർ എന്ന് പറയുന്നത്, പവറിന്റെ യൂണിറ്റ് നിങ്ങൾക്കറിയാം. പവറിന്റെ യൂണിറ്റ് വാട്ടാണ്. നമ്മുടെ വീട്ടിൽ നിരവധി ഉപകരണങ്ങളുണ്ട്, അതെല്ലാം വാട്ടിലാണ് നമ്മൾ ഇതിനകത്ത് പറയാം. 100 വാട്ടിന്റെ ബൾബ്, 9 വാട്ടിന്റെ LED എന്നൊക്കെ നമ്മൾ പറയും. പവറിന്റെ യൂണിറ്റ് വാട്ടാണ്. മറ്റൊരു പ്രത്യേകത, പവറിന്റെ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പവറിന്റെ പ്രധാനപ്പെട്ട ഇക്വേഷൻ എന്ന് പറയുന്നത്, പവർ സമം വർക്ക് ബൈ ടൈം, പവർ സമം എനർജി ബൈ ടൈം. വർക്ക് ചെയ്യണമെങ്കിൽ എനർജി വേണമല്ലോ. പവറിന്റെ ഇക്വേഷൻ എനർജി ബൈ ടൈം എന്നാവാം. പവർ സമം I²R, പവർ സമം VI, പവർ സമം V² ഡിവൈഡഡ് ബൈ R. ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനെ വെച്ചിട്ടായിരിക്കും പലപ്പോഴും അതിനകത്തു നിന്നുള്ള ചെറിയ കണക്കുകളായിരിക്കും വരാൻ സാധ്യതയുള്ളത്. പവർ സമം I²R, പവർ സമം VI, പവർ സമം V² ഡിവൈഡഡ് ബൈ R എന്നുള്ള ആ പോയിന്റ് ഓർത്തിരിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പവറിന്റെ യൂണിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, വാട്ടാണ്. ആ പോയിന്റുകൾ ഓർത്തിരിക്കുക. ഇനി നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞത് വൈദ്യുതി കടന്നു പോകുമ്പോൾ ഹീറ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനെ കുറിച്ചാണ്, ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ചാണ്, വൈദ്യുതിയുടെ താപഫലത്തെ കുറിച്ചാണ്. ഇനി അടുത്ത പറയേണ്ടത് വൈദ്യുതിയുടെ പ്രകാശഫലത്തെ കുറിച്ചാണ്. വൈദ്യുതി കടന്നു പോകുമ്പോൾ അവിടെ പ്രകാശം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു ഉപകരണമാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത്, ഇൻകാൻഡസെന്റ് ലാമ്പ്. എന്താണ് ഇൻകാൻഡസെന്റ് ലാമ്പ്? ബൾബ് എന്ന് പറയാൻ നമ്മൾ സാധാരണ പറയുന്നത് ബൾബ് എന്നാണ്. ഇൻകാൻഡസെന്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഗ്ലോയിങ് വിത്ത് ഹീറ്റ്. ഇറ്റ് ഈസ് ദ മീനിങ് ഓഫ് ഇൻകാൻഡസെന്റ് ലാമ്പ്, ഗ്ലോയിങ് വിത്ത് ഹീറ്റ്. താപം കൊണ്ട് ജ്വലിക്കുന്നു എന്നുള്ളതാണ് ഇൻകാൻഡസെന്റ് എന്ന ലാമ്പിന്റെ അർത്ഥം. അതൊരു പോയിന്റാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ഈ ബൾബിനകത്ത് അല്ലെങ്കിൽ ഇൻകാൻഡസെന്റ് ലാമ്പിനകത്ത് ഇരിക്കുന്ന ഫിലമെന്റ് ഏതാണ്? ടങ്സ്റ്റൺ എന്ന് പറയുന്ന ഫിലമെന്റ് ആണ് ബൾബിനകത്ത് അല്ലെങ്കിൽ ഇൻകാൻഡസെന്റ് ലാമ്പിനകത്ത് ഉപയോഗിക്കുന്നത്. ടങ്സ്റ്റൺ ഫിലമെന്റ്. എന്താണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ടങ്സ്റ്റൺ എന്ന ഫിലമെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്, ഒരു പോയിന്റ് ആണ്. ദ്രവണാങ്കം കൂടുതലാണ്. രണ്ടാമത്തത് ഹൈ ഡക്റ്റിലിറ്റി ആണ്. എന്താണ് ഹൈ ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ? തിൻ ഷേപ്പിലേക്ക് ഇങ്ങനെ മാറ്റാൻ പറ്റും. മൂന്നാമത്തത് വൈറ്റ് ഹോട്ടാണ്. ചുട്ടുപഴുത്ത്, അത് വൈറ്റ് ഹോട്ട്, ചുട്ടുപഴുത്തതിൽ നിന്ന് ലൈറ്റ്, വെളുത്ത പ്രകാശം പുറത്തേക്ക് പുറപ്പെട്ടിരിക്കുന്നതാണ് ടങ്സ്റ്റൺ എന്ന് പറയുന്ന ഫിലമെന്റ്. ബൾബിനകത്ത് വായു നിറയ്ക്കാം എന്നൊരു ചോദ്യം. ബൾബ് ഇവാക്വേറ്റഡ് ആണോ? ഒരു കാരണവശാലും ബൾബിനകത്ത് എയർ പാടില്ല, ഓക്സിജൻ പോലുള്ള അങ്ങനെയുള്ള എയർ ഒന്നും പാടില്ല. എന്താ കാരണം? അത് അപ്പോഴേ ഓക്സിഡൈസ് ചെയ്യപ്പെടും. പിന്നെ എന്താണ് ബൾബിനകത്ത് ഫില്ല് ചെയ്യുന്നത്? ബൾബിനകത്ത് ഫില്ല് ചെയ്യുന്നത് നൈട്രജനെ ഫില്ല് ചെയ്യും. കാരണം നൈട്രജൻ ഒരു ഇനാക്റ്റീവ് ഗ്യാസാണ്. പിന്നെ നമുക്കറിയാം ഇനാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ് കെമിസ്ട്രിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇനേർട്ട് ഗ്യാസാണ്, അലസവാതകങ്ങളാണ്. എന്താണ് ഇവയുടെ പ്രത്യേകത? ഇവർ ആരുമായും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടില്ല, റിയാക്ഷനിൽ പങ്കെടുക്കാത്തവരാണ്. പിന്നെ എന്തിനാണ് ഈ ബൾബിനകത്ത് ഈ നൈട്രജനെയോ അല്ലെങ്കിൽ നിയോണിനെയോ അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസിനെയോ ഒക്കെ നിറയ്ക്കുന്നത്? എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇവരുണ്ടെങ്കിൽ ഈ ബൾബിന്റെ ഫിലമെന്റ് ഇവാപ്പറേറ്റ് ചെയ്തു പോവില്ല. ഇവാപ്പറേഷൻ റേറ്റ് ഓഫ് ദി ഫിലമെന്റ് ക്യാൻ ബി റിഡ്യൂസ്ഡ്. ബൾബിന്റെ ഫിലമെന്റിന്റെ ഇവാപ്പറേഷൻ റേറ്റ്
ബാഷ്പീകരണ തോത് കുറയ്ക്കാൻ കഴിയും എന്നുള്ളതാണ്. അങ്ങനെ ബാഷ്പീകരണ തോത് കുറയ്ക്കുമ്പോൾ ബൾബിന്റെ ആയുസ് കൂട്ടാൻ കഴിയും. അപ്പോൾ ബൾബിന്റെ ആയുസ് കൂട്ടുന്നതിന് വേണ്ടിയാണ്, ഫിലമെന്റിന്റെ ആയുസ് കൂട്ടി ബൾബിന്റെ ആയുസ് കൂട്ടുന്നതിന് വേണ്ടിയാണ് അതിനകത്ത് ഇനേർട്ട് ഗ്യാസോ അല്ലെങ്കിൽ നൈട്രജനോ ഒക്കെ നിറയ്ക്കുന്നത്. ഓർത്തിരിക്കുക. പിടികിട്ടിയോ? അപ്പോൾ ബൾബിനകത്ത് എന്തിനാണ് ഇനേർട്ട് ഗ്യാസ് നിറയ്ക്കുന്നത് അല്ലെങ്കിൽ നൈട്രജൻ നിറയ്ക്കുന്നത് എന്നുള്ള ചോദ്യം പ്രതീക്ഷിക്കാം. അതിന് ഉത്തരം ഇതാണ്. മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഈ ബൾബിനകത്ത് കൂടുതൽ ഹീറ്റ് ആണോ ലൈറ്റ് ആണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരു സംശയം വേണ്ട, ബൾബിനകത്ത് കൂടുതൽ ഉണ്ടാകുന്നത് ഹീറ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഒഴിവാക്കി ഇപ്പോൾ LED യിലേക്കൊക്കെ മാറിയത്. ബൾബിനകത്ത് കൂടുതലായിട്ടുണ്ടാകുന്നത് ഹീറ്റാണ്. ഒരുപാട് കറണ്ട് ചാർജ് ആവുന്ന ഉപകരണമാണ് ഇൻകാൻഡസന്റ് ലാമ്പ്. അതുകൊണ്ട് തന്നെ ലൈറ്റിനേക്കാൾ കൂടുതൽ അവിടെ ഹീറ്റാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പോയിന്റാണ്. മറ്റൊരു പ്രത്യേകത, ഈ ഫിലമെന്റ് ബ്രോക്കൺ ആയെന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് പൊട്ടിപ്പോയി, ഫിലമെന്റ് പൊട്ടിപ്പോയി, സ്വാഭാവികമായി അതിൽ നിന്ന് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. നമ്മളിതിനെ കൂട്ടിയോജിപ്പിച്ച് എങ്ങനെയെങ്കിലും ഇതൊന്ന് ഹോൾഡറിൽ ഇട്ടാൽ ഈ ബൾബ് പ്രകാശിക്കുമോ? പ്രകാശിക്കും. അപ്പോൾ അതിന്റെ പ്രകാശ തീവ്രത എന്തായിരിക്കും? കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ട് കത്തും. പൊട്ടിപ്പോയ ഒരു ഫിലമെന്റിനെ കൂട്ടിയോജിപ്പിച്ചാൽ കത്തുമോ എന്ന് ചോദിച്ചാൽ, ബ്രോക്കൺ ഫിലമെന്റിനെ ഫ്യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ അത് പ്രകാശിക്കും. പക്ഷെ ആയുസില്ല, കുറച്ച് കഴിയുമ്പോൾ അത് നശിച്ചു പോകും, അത് വീണ്ടും പൊട്ടിപ്പോകും. അതിന് കാരണം എന്ന് പറയുന്നത്, ഈ ബ്രോക്കൺ ഫിലമെന്റ് ഫ്യൂസ് ചെയ്യുമ്പോൾ, പൊട്ടിയ ഫിലമെന്റിനെ കൂട്ടിച്ചേർക്കുമ്പോൾ അവിടെ നീളം കുറയുകയാണ്, ഫിലമെന്റിന്റെ ലെങ്ത് കുറയുകയാണ്. ഇഫ് ദ ലെങ്ത് ഡിക്രീസ്, റെസിസ്റ്റൻസ് ഓൾസോ ഡിക്രീസ്. നീളം കുറയുമ്പോൾ റെസിസ്റ്റൻസും കുറയും. അപ്പൊ അതിനകത്തൂടെയുള്ള കറണ്ട് കൂടുതലായി. അപ്പോൾ കറണ്ട് കൂടുതലാകുമ്പോൾ നല്ലപോലെ ബ്രൈറ്റ് ആയിട്ട് കത്തും, പക്ഷെ താങ്ങാൻ കഴിയില്ല, കുറച്ച് സമയത്തിനുള്ളിൽ അത് നശിച്ചു പോകും. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, ഓർത്തിരിക്കുക. അപ്പൊ ഇൻകാൻഡസന്റ് ലാമ്പിനെ കുറിച്ച് ഇത്രയും ചോദ്യങ്ങളാണ് വരുന്നത്. ഒന്ന്, അതിന്റെ മീനിങ് എന്താണ്. രണ്ട്, അത് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഫിലമെന്റ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. മൂന്ന്, പിന്നെ എന്തുകൊണ്ടാണ് ഇനേർട്ട് ഗ്യാസ് അതിനകത്ത് ഫില്ല് ചെയ്യുന്നത്. നാല്, ബ്രോക്കൺ ഫിലമെന്റ് കൂട്ടിച്ചേർത്താൽ എന്ത് സംഭവിക്കും, ബ്രോക്കൺ ഫിലമെന്റ് കൂട്ടിച്ചേർത്താൽ ആ ബൾബ് ഫിലമെന്റ് കത്തുവോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ അതിനകത്ത് വരാം. അത് ഓർത്തിരിക്കണം. മറ്റൊന്ന് പറയുന്നത് ഡിസ്ചാർജ് ലാമ്പാണ്. ഡിസ്ചാർജ് ലാമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വീടുകളിന്റെ അടുത്തൊക്കെ, നമ്മുടെ ജംഗ്ഷനിലൊക്കെ രാത്രിയിൽ മഞ്ഞ വെളിച്ചം വരുന്ന, യെല്ലോ ലൈറ്റ് വരുന്ന ലൈറ്റ് ഉണ്ട്. അതിന് നമ്മൾ പറയുന്ന പേര് സോഡിയം വേപ്പർ ലാമ്പ് എന്നാണ്. അതൊരു ഡിസ്ചാർജ് ലാമ്പാണ്. അതിനകത്തേക്ക് ഉയർന്ന വോൾട്ടേജ് കടക്കുമ്പോൾ, ഹൈ വോൾട്ടേജ് അതിനകത്തേക്ക് കൊടുക്കുമ്പോൾ, അതിനുള്ളിപ്പോൾ സോഡിയം ആണെങ്കിൽ അതിന് ആ വോൾട്ടേജ് കിട്ടുന്ന പാർട്ടിക്കിൾസ് ശരിക്കും നല്ല എനർജി സ്റ്റേറ്റിലേക്ക് പോവുകയും പരസ്പരം കൊളൈഡ് ചെയ്യുകയും കൂട്ടിമുട്ടിയിട്ട് നല്ല രീതിയിൽ ഊർജം പുറത്തേക്ക് വിട്ട് അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരികയൊക്കെ ചെയ്യും. അങ്ങനെയാണ് ഡിസ്ചാർജ് ലാമ്പുകളുടെ പ്രവർത്തനം. അപ്പോൾ ഡിസ്ചാർജ് ലാമ്പിന് എക്സാമ്പിൾ ആണ് ഈ സോഡിയം വേപ്പർ ലാമ്പ്, ഫ്ലൂറസെന്റ് ലാമ്പ് ഒക്കെ ഡിസ്ചാർജ് ലാമ്പാണ്. അതാണ് ഡിസ്ചാർജ് ലാമ്പിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മറ്റൊന്ന് പറയുന്നത് LED, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. LED കുറിച്ചുള്ള ചോദ്യങ്ങൾ സാധാരണയായി ചോദിക്കും. ഇപ്പൊ നമ്മുടെയൊക്കെ വീടുകളിൽ ബൾബിന് പകരം LED വന്നുകൊണ്ടിരിക്കുകയാണ്. LED ഫുൾ ഫോം ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ്. LED എന്താണ് LED പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഫിലമെന്റ് ഇല്ല, ദർ ഇസ് നോ ഫിലമെന്റ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി ഹീറ്റായി പോവില്ല, വൈദ്യുതിയെ താപമായി പോകാതെ സംരക്ഷിക്കാൻ കഴിയും. ഇതാണ് LED യുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. എനർജി കൺസംപ്ഷൻ ഈസ് ലോ. വൈദ്യുത ഊർജത്തിന്റെ ഉപയോഗം വളരെ വളരെ കുറവാണ് എന്നുള്ളതാണ് ഓർത്തിരിക്കേണ്ടത്. എനർജി കൺസംപ്ഷൻ ഈസ് ലോ എന്നുള്ളത് ഓർത്തിരിക്കണം. വൈദ്യുത ഉപയോഗം കുറവാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, നോ മെർക്കുറി. ഇപ്പൊ ഫ്ലൂറസെന്റിലാണ്, CFL മെർക്കുറി ഉണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന LED ലാമ്പിനകത്ത് മെർക്കുറി ഇല്ല. സോ അത് യാതൊരു കാരണവശാലും നോ എൻവയോൺമെന്റൽ പൊല്യൂഷൻ, അതുകൊണ്ട് തന്നെ പരിസ്ഥിതി മലിനീകരണമില്ല. അപ്പൊ LED രണ്ട് പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്, എനർജി കൺസംപ്ഷൻ ഈസ് ലോ, എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഈസ് ലോ. ദർ ഇസ് നോ എൻവയോൺമെന്റൽ പൊല്യൂഷൻ. പരിസ്ഥിതി മലിനീകരണം ഇല്ലെന്നും ഊർജത്തെ സംരക്ഷിക്കുമെന്നും LED കുറിച്ച് പറയുമ്പോൾ എഴുതണം. മറ്റൊരു പ്രത്യേകത, വെരി ലോ പവർ.
പണ്ട് നമ്മൾ ബൾബ് വാങ്ങിക്കാൻ കടയിൽ ചെല്ലുമ്പോൾ 100 വാട്ട് 60 വാട്ട് എന്നൊക്കെയായിരുന്നു പറയുന്നത്. പക്ഷെ ഇപ്പോൾ LED വാങ്ങിക്കുമ്പോഴോ അത് 10 വാട്ട് 8 വാട്ട് എന്നൊക്കെയുള്ള രീതിയിലേക്ക് മാറി. കാരണം പവർ വളരെ കുറച്ച് മതി. LED വളരെ കുറഞ്ഞ പവറിൽ വർക്ക് ചെയ്യും. വെരി ലോ പവർ എന്നുള്ള പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്തിരിക്കണം. പവർ കുറവായതുകൊണ്ട് തന്നെ കുറച്ച് ഇലക്ട്രിസിറ്റി മതി എന്നുള്ളത് അവിടെ ഓർത്തിരിക്കണം. ഇതാണ് LED കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ നിങ്ങളുടെ സ്കൂളിൽ LED നിർമ്മാണം പഠിപ്പിച്ചിട്ടുണ്ടാവും. LED പാർട്സ് ഒക്കെ പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ LED പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്ന് വായിച്ചുകൊണ്ട് പോകണം. അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ തീർച്ചയായും അതിൻ്റെ ചിത്രങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇത് ഏത് പാർട്ടാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇത്രയും പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഉള്ളത്. അപ്പോൾ അത് ഒരു 6 മുതൽ 7 മാർക്കിന് വരെ ചോദ്യങ്ങൾ ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായി പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് ഒന്നാമത്തെ ചാപ്റ്റർ. ഇനി മറ്റൊരു ചാപ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണ്. രണ്ടാമത്തെ ചാപ്റ്ററാണ്. രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേര് വൈദ്യുത കാന്തിക ഫലം, ഇലക്ട്രോമാഗ്നറ്റിക് ഇഫക്റ്റ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇഫക്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇലക്ട്രിസിറ്റി പാസിംഗ് ത്രൂ എ കണ്ടക്ടർ, ഒരു ചാലകത്തിലൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ ആ കണ്ടക്ടർ എന്ന് പറയുന്നത് ഒരു കാന്തമായി മാറും, മാഗ്നറ്റ് ആയിട്ട് മാറും എന്നുള്ള പോയിന്റ് ഓർത്തിരിക്കണം. ആ മാഗ്നറ്റ് ആയിട്ട് മാറുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പ്രത്യേകത, മാഗ്നറ്റ് ആയിട്ട് മാറുമ്പോൾ അതിന് സ്വാഭാവികമായും നോർത്ത് പോളും സൗത്ത് പോളും ഒക്കെ ഉണ്ടാവും അല്ലെ. അതിന് നമ്മുടെ പുസ്തകത്തിൽ തന്നെ ഒരു പരീക്ഷണം പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. എന്താണ് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പരീക്ഷണം? ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അതിന് തൊട്ട് താഴെ ഒരു മാഗ്നറ്റിക് കോമ്പസ് വയ്ക്കുന്നു. അപ്പൊ ഇലക്ട്രിസിറ്റി കടന്നു പോകുന്ന കണ്ടക്ടറിന്റെ തൊട്ട് താഴെ ഒരു മാഗ്നറ്റിക് കോമ്പസ് വെക്കുമ്പോൾ ആ കണ്ടക്ടർ ഒരു മാഗ്നറ്റായി മാറും, കാന്തമായി മാറും. കണ്ടക്ടർ കാന്തമായി മാറുമ്പോൾ തൊട്ട് താഴെ ഇരിക്കുന്ന കോമ്പസ് എന്ത് ചെയ്യും? ഡിഫ്ലക്റ്റ് ചെയ്യും. എന്താ കാരണം? ആ കണ്ടക്ടറിനകത്തുകൂടി ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ കണ്ടക്ടർ ഒരു ഋജുവായ കണ്ടക്ടർ ചാലകമാണെന്ന് പറയുന്നത് സ്ട്രെയിറ്റ് കണ്ടക്ടർ. ആ സ്ട്രെയിറ്റ് കണ്ടക്ടറിനകത്തുകൂടി ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ അതൊരു മാഗ്നറ്റായി മാറും. അതിന്റെ തൊട്ട് താഴെ നമ്മൾ കോമ്പസ് വെച്ചാൽ ആ കോമ്പസിന്റെ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യും. എന്താ കാരണം? ഒരു കാന്തത്തിന്റെ അടുത്താണ് കോമ്പസ് ഇരിക്കുന്നത്, സ്വാഭാവികമായി അത് ഡിഫ്ലക്റ്റ് ചെയ്യും. ഇനി ഇപ്പോൾ ഡിഫ്ലക്റ്റ് ചെയ്യുന്നതിന്റെ നേരെ എതിർ ദിശയിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യാൻ എന്താ മാർഗം? നമ്മൾ ബാറ്ററി ആണല്ലോ ഘടിപ്പിച്ചിരിക്കുന്നത്. പുസ്തകത്തിൽ നിങ്ങൾ ആ ചിത്രം നോക്കി അറിയാൻ പറ്റും. ബാറ്ററിയുടെ പോള് മാറ്റി കൊടുക്കണം. നേരത്തെ പോസിറ്റീവ് കൊടുത്തെടുത്ത് നെഗറ്റീവ് കൊടുത്തെടുത്ത് പോസിറ്റീവ് കണക്ട് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? വൈദ്യുതിയുടെ ദിശ മാറി, ഡയറക്ഷൻ ഓഫ് കറണ്ട് നമ്മൾ ചേഞ്ച് ചെയ്തു. ഡയറക്ഷൻ ഓഫ് കറണ്ട് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ കോമ്പസ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നതും മാറും. പിടികിട്ടിയോ? അപ്പോൾ ഓർത്തിരിക്കണം, ഒരു കണ്ടക്ടറിനകത്തു കൂടി ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ ആ കണ്ടക്ടർ മാഗ്നറ്റ് ആവുകയും ആ മാഗ്നറ്റിന് അടുത്തിരിക്കുന്ന കോമ്പസ് ഡിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. കറണ്ടിന്റെ ദിശ മാറുമ്പോൾ കോമ്പസിന്റെ ഡിഫ്ലക്ഷൻ നേരത്തെ ഓപ്പോസിറ്റ് ദിശയിലേക്ക് മാറും. അത് അവിടുത്തെ ഒരു പരീക്ഷണമായി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. മറ്റൊന്നെന്ന് പറയുന്നത് അവിടെ പ്രധാനമായും വരുന്നത് വലത് കൈ പെരുവിരൽ നിയമമാണ്. മാക്സ്വെൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് വലത് കൈ പെരുവിരൽ നിയമം എന്ന് പറയുന്നത്? അപ്പോൾ ഇതൊരു കണ്ടക്ടറാണ്. ഈ കണ്ടക്ടറിനെ ഞാൻ ഇങ്ങനെ ഹോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതെന്റെ തമ്പാണ്. ഈ തമ്പ് എന്ന് പറയുന്നത് തള്ളവിരൽ. ഈ തള്ളവിരൽ എന്ന് പറയുന്നത് കറണ്ടിന്റെ ദിശയെ സൂചിപ്പിക്കുന്നതാണ് ഈ തമ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ കറണ്ട് പോകുന്നത് മുകളിലേക്കാണ്. അപ്പൊ ഇതിന്റെ ബാക്കി വിരലുകൾ എന്തിനെ സൂചിപ്പിക്കുന്നു? മാഗ്നറ്റിക് ഫീൽഡിനെ സൂചിപ്പിക്കുന്നു. പിടികിട്ടിയോ? അപ്പൊ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമ്മളൊരു വൈദ്യുതി കടന്നു പോകുന്ന കണ്ടക്ടറിൽ ഇങ്ങനെ പിടിക്കുന്നതായി സങ്കല്പിച്ചാൽ ആ തമ്പ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയുടെ ഡയറക്ഷനാണ്, വൈദ്യുതിയുടെ ദിശയാണ്. ബാക്കിയുള്ള വിരലുകൾ എന്ന് പറയുന്നത്
അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. ഇനി നേരെ എതിർ ദിശയിലേക്ക് പോയാലോ? അപ്പോൾ കറണ്ടിന്റെ ദിശ മാറി, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശയും മാറി. ഇത് സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നിയമമാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറയും. മലയാളം മീഡിയംകാർ ഓർത്തിരിക്കുക, വലത് കൈ പെരുവിരൽ നിയമം. അത് ഓർത്തിരിക്കുക, ആ പോയിന്റ് ഓർത്തിരിക്കുക. മറ്റൊന്നെന്ന് പറയുന്നത്, ആ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് സോളിനോയിഡാണ്. ഈ സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണെന്ന്. ഒരു ചെമ്പ് കമ്പിയുടെ ചുരുളാണ്, ഹെലിക്സ് ഷേപ്പിൽ സർപ്പിൾ ആകൃതിയിൽ ചുറ്റിയെടുത്ത ഒരു ചുരുളാണ് സോളിനോയിഡ് എന്നതുകൊണ്ട് അർത്ഥമാകുന്നത്. അതിനകത്ത് ഒരു അയൺ കോർ ഇൻസേർട്ട് ചെയ്തിരിക്കും, സോഫ്റ്റ് അയൺ കോർ, പച്ചിരുമ്പ് കമ്പി അതിനകത്ത്. അപ്പോൾ ഇതൊരു സോളിനോയിഡ്, ഒരു പച്ചിരുമ്പിനകത്ത് നമ്മളിങ്ങനെ കമ്പി ചുറ്റിയെടുത്തിരിക്കുന്നതാണ്, ചെമ്പ് കമ്പി ചുറ്റിയെടുത്തിരിക്കുന്നതാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. ഈ സോളിനോയിഡിനകത്തേക്ക് ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുമ്പോൾ ആ സോളിനോയിഡ് എന്ന് പറയുന്നത് നല്ലൊരു മാഗ്നറ്റായി മാറും. സോളിനോയിഡ് ഒരു മാഗ്നറ്റ് ആക്കി നമുക്ക് മാറ്റാം, അതിനകത്തേക്ക് കറണ്ട് കടത്തിവിട്ടാൽ മതി. അപ്പോൾ അവിടെയുള്ള ഒരു സംശയം എന്ന് പറയുന്നത്, പലരും ചോദിക്കുന്ന ഒരു സംശയം, ഇതിലെങ്ങനെയാണ് ഈ പോള് കണ്ടുപിടിക്കുക, ഏതാണ് സൗത്ത് പോൾ ഏതാണ് നോർത്ത് പോൾ എന്നുള്ളതാണ്. അത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഈ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് എന്താണെന്ന് മനസ്സിലാക്കണം. അപ്രദക്ഷിണവും പ്രദക്ഷിണവും. നമുക്കറിയാം, ഒരു ക്ലോക്ക് നമ്മൾ മനസ്സിൽ സങ്കല്പിച്ചാൽ അതിങ്ങനെ ഇടത്തേക്ക് പോവുകയാണെങ്കിൽ അത് ആന്റി ക്ലോക്ക് വൈസ്, വലത്തേക്ക് പോവുകയാണെങ്കിൽ അത് എന്നാണ് നമ്മൾ പറയുക. ഇടത്തേക്ക് പോവുകയാണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസിന്റെ മലയാളം അപ്രദക്ഷിണ ദിശ, വലത്തേക്ക് പോവുകയാണെങ്കിൽ അത് ക്ലോക്ക് വൈസ്, പ്രദക്ഷിണ ദിശ. അപ്പൊ ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് സൗത്ത് പോളും, ആന്റി ക്ലോക്ക് വൈസ് അപ്രദക്ഷിണ ദിശയാണെങ്കിൽ അത് നോർത്ത് പോളും എന്ന് എഴുതണം. അതാണ് അവിടെ മനസ്സിലാക്കേണ്ട കാര്യം. ഇടത്തേക്ക് പോകുന്ന വൈദ്യുതിയാണ്, ലെഫ്റ്റിലേക്ക് പോകുന്ന വൈദ്യുതിയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. റൈറ്റിലേക്ക് പോകുന്നതാണ്, അല്ലെങ്കിൽ പ്രദക്ഷിണ ദിശയിലേക്ക് പോകുന്നതാണ് സൗത്ത് പോൾ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ പോള് നിങ്ങൾ മലയാളം മീഡിയം ആണെങ്കിൽ, ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ നോർത്ത് സൗത്ത് എന്ന് അങ്ങനെ എഴുതി കാണിച്ചാൽ മതിയാവും. വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. അതൊന്ന് നിങ്ങൾ ആ പടം ഒന്ന് നോക്കിയാൽ മതി. ആ വൈദ്യുതി പോകുന്ന ദിശ നിങ്ങൾക്ക് അഭിമുഖമായി സോളിനോയിഡിനെ പിടിക്കണം, അപ്പോഴേ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊന്ന് പറയുന്നത്, ഈ നമ്മുടെ സ്കൂളിലൊക്കെ ടീച്ചർമാര് നിങ്ങളെയൊക്കെ കാണിക്കുന്നത്, നമ്മളൊക്കെ കാണിക്കുന്നത് ബാർ കാന്തം. ഇതെല്ലാവരും സ്കൂളിൽ ചെറിയ പരീക്ഷണങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ടീച്ചേഴ്സ് ഉപയോഗിക്കുന്നതാണ് ബാർ കാന്തം എന്ന് പറയുന്നത്. എന്താണ് ഈ ബാർ കാന്തത്തിന്റെ പ്രത്യേകത? രണ്ട് പോളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നോർത്ത് പോൾ ഉണ്ടാവും, സൗത്ത് പോൾ ഉണ്ടാവും. അങ്ങനെ ബാർ കാന്തം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിന് കാന്തശക്തി കൂട്ടാൻ കഴിയുമോ? ഇല്ല. ഓരോ ഉപയോഗം കഴിയും തോറും, അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിയും തോറും ബാർ കാന്തത്തിന്റെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുക. അതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇതൊരു പെർമനന്റ് മാഗ്നറ്റ് ആണ്. ഒരു പെർമനന്റ് മാഗ്നറ്റ് ആണ്, സ്ഥിരമായ കാന്തമാണ്. അതിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഗ്രാജുവലി ഡിക്രീസ് ചെയ്യും, ശക്തി ക്രമേണ കുറഞ്ഞു ചെയ്യും. അതിന്റെ പോൾ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. നോർത്ത് പോൾ ആയാലും സൗത്ത് പോൾ ആയാലും ഫിക്സഡ് ആണ്, അത് മാറില്ല, ചേഞ്ച് ചെയ്യാൻ കഴിയില്ല നമുക്ക്. അതൊരു പ്രത്യേകതയാണ്. ഇതാണ് ഏതിന്റെ പ്രത്യേകത? ബാർ മാഗ്നറ്റിന്റെ പ്രത്യേകത. ഒരു കമ്പാരിസൺ ചോദിക്കും, ബാർ മാഗ്നറ്റും സോളിനോയിഡ് വഴി ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാകുന്നതും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ ഓർത്തിരിക്കണം, ബാർ മാഗ്നറ്റിന്റെ, നമ്മുടെ സ്കൂളിൽ ഇരിക്കുന്ന ആ ബാർ മാഗ്നറ്റിന്റെ പ്രത്യേകത, പെർമനന്റ് മാഗ്നറ്റ് ആണ്, സ്ഥിരകാന്തമാണ്. രണ്ട്, അതിന്റെ പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാനൊന്നും കഴിയില്ല, അത് ഫിക്സഡ് ആണ്, സ്ഥിരമാണ്. മൂന്ന്, അതിന്റെ സ്ട്രെങ്ത്, മാഗ്നറ്റിക് സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഇത് ഓർത്തിരിക്കണം. മറ്റൊരു പ്രത്യേകത, ഈ സോളിനോയിഡ് വഴി നമ്മൾ മാഗ്നറ്റ് ഉണ്ടാകും. ഒരുപാട് ഉപയോഗങ്ങൾക്ക് ഇലക്ട്രോ മാഗ്നറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സോളിനോയിഡ് ചുറ്റി അതിനകത്ത് പച്ചിരുമ്പ് കമ്പി വെച്ച്, സോഫ്റ്റ് അയൺ കോർ വെച്ച് നമ്മൾ മാഗ്നറ്റ് ഉണ്ടാകുന്നു. അത് ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. അത് ടെമ്പററി മാഗ്നറ്റ് ആണ്, താൽക്കാലികമായിട്ടുള്ള കാന്തമാണ്. അതിന്റെ ശക്തി ക്രമേണ കുറയും, ഗ്രാജുവലി ഡിക്രീസ് ചെയ്യും. ആ പോയിന്റ് ഓർത്തിരിക്കണം. മറ്റൊന്ന്, അതിന്റെ പോള് നമുക്ക് ശ്രമിക്കണം, ഈ ടെമ്പററി ആണ്, ശക്തി നമുക്ക് കൂട്ടാൻ പറ്റും. ഇലക്ട്രോ മാഗ്നറ്റിന്റെ
ശക്തി നമുക്ക് കൂട്ടാൻ കഴിയും. വൈദ്യുതി കൊടുക്കുന്നതനുസരിച്ച് അതിന്റെ ശക്തി കൂടും. ടേൺസിന്റെ ചുറ്റുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ശക്തി കൂടും. പിന്നെ അതിന്റെ പോള്, നോർത്ത് പോളും സൗത്ത് പോളും ഒക്കെ കറണ്ടിന്റെ ദിശ മാറ്റി നമുക്ക് മാറ്റാൻ കഴിയും. അപ്പോൾ ഓർത്തിരിക്കുക, ശ്രദ്ധിച്ചിരിക്കുക. സോളിനോയിഡ് എന്ന് പറയുന്നത് അതിന്റെ ഇലക്ട്രോ മാഗ്നറ്റിന്റെ ശക്തി നമുക്ക് കൂട്ടാൻ കഴിയും. 2, പിന്നെ പോള് നമുക്ക് മാറ്റാൻ കഴിയും. അതൊരു താൽക്കാലിക കാന്തമാണ്, ഒരു ടെമ്പററി മാഗ്നറ്റ് ആണ്. ആ 2 കമ്പാരിസൺ, മാഗ്നറ്റ് ബാർ മാഗ്നറ്റും സോളിനോയിഡും തമ്മിലുള്ള ആ ഡിഫറൻസ് നമ്മൾ അത് ഓർത്തിരിക്കണം. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഒന്നാണ് ഒരു മോട്ടോർ പ്രിൻസിപ്പിൾ. മോട്ടോർ പ്രിൻസിപ്പിളിനകത്ത് നമ്മൾ പറയുന്ന ഒരു യു ഷേപ്പിലുള്ള ഒരു മാഗ്നറ്റ്. ഈ യു ഷേപ്പിലുള്ള മാഗ്നറ്റിനകത്ത് ഒരു കണ്ടക്ടർ വെച്ചിരിക്കുന്നു. ആ പടം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്. യു ഷേപ്പിലുള്ള ഒരു മാഗ്നറ്റിൽ, ടെക്സ്റ്റ് ബുക്ക് നോക്കി അറിയാം, യു ഷേപ്പിലുള്ള ഒരു മാഗ്നറ്റിനകത്ത് ഒരു കണ്ടക്ടർ വെച്ചിരിക്കുന്നു. ആ കണ്ടക്ടർ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി കടന്നു പോകുന്ന കണ്ടക്ടറാണ്. ഓർത്തിരിക്കുക, എ കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. വൈദ്യുതവാഹിയായ ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇടയ്ക്കിരുന്നാൽ അവർ രണ്ടുപേരും മാഗ്നറ്റായി മാറും. യു ഷേപ്പിലുള്ള ഒരു മാഗ്നറ്റിന്റെ ഇടയിലാണ് ആ കണ്ടക്ടർ ഇരിക്കുന്നത്. അതിനകത്തായാണ് ഇലക്ട്രിസിറ്റി വരുന്നത്. അപ്പൊ ആ കണ്ടക്ടറും ഒരു മാഗ്നറ്റായി മാറുന്നു. വൈദ്യുതവാഹിയായ ഒരു ചാലകം ഒരു കാന്തിക മണ്ഡലത്തിൽ ഇരിക്കുന്നതിന്റെ ചിത്രമാണ്. അപ്പൊ രണ്ടുപേരും മാഗ്നറ്റിക് ഫീൽഡാണ്. ഒരാൾക്ക് പെർമനന്റ് ആയ മാഗ്നറ്റ് ആണ്, മറ്റേ ആൾ ഇപ്പോൾ ഒരു മാഗ്നറ്റായി മാറി, കണ്ടക്ടർ മാഗ്നറ്റായി മാറി. സ്വാഭാവികമായും ആ കണ്ടക്ടർ ചലിക്കും. ആ കണ്ടക്ടർ ചലിക്കുന്നത് എന്തു കിട്ടുന്നതുകൊണ്ടാണ്? മാഗ്നറ്റിക് ഫോഴ്സിന്റെ അട്രാക്ഷനും റിപ്പൽഷനും ഒക്കെ കൊണ്ടാണ് അത് ചലിക്കുന്നത്. ഇതാണ് ഏതിന്റെ പ്രിൻസിപ്പിൾ? മോട്ടോറിന്റെ പ്രിൻസിപ്പിൾ, മോട്ടോർ തത്വം. നമ്മുടെ വീട്ടിൽ നിരവധി മോട്ടോറുകളുണ്ട്. വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോറുണ്ട്, ഫാൻ ഒരു മോട്ടറാണ്, മിക്സി ഒരു മോട്ടറാണ്. ഇവിടെയൊക്കെ നമ്മൾ ഓർത്തിരിക്കണം, വൈദ്യുതവാഹിയായ ഒരു ചാലകം ഒരു മാഗ്നറ്റിക് ഫീൽഡിനിടയിലാണ് ഇരിക്കുന്നതെങ്കിൽ അത് ചലിക്കും. കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് എ ഫോഴ്സ്. അതാണ് ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. മോട്ടോറുകളുടെ എല്ലാം മോട്ടോർ തത്വം അതാണ്. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഫ്ലെമിംഗ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉണ്ട്. എന്താ ഫ്ലെമിംഗ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത്? ഫ്ലെമിംഗ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത് ഈ 3 വിരലുകളാണ്. ഈ 3 വിരലുകൾ പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ട് സ്ട്രെച്ച് ചെയ്യുക. സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഈ 3 വിരലുകൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം പോകാൻ. ഈ മിഡിൽ ഫിംഗർ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയുടെ ദിശ, കറണ്ടിന്റെ ദിശ. 4 ഫിംഗർ, ചൂണ്ടുവിരൽ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശ, കാന്തിക മണ്ഡലത്തിന്റെ ദിശ. തമ്പ് എന്ന് പറയുന്നത് അവിടെ ഒരു ഫോഴ്സ് അനുഭവപ്പെടുമെന്ന് നമ്മൾ പറഞ്ഞു. ആ കണ്ടക്ടർ ചലിക്കുന്നതിന്റെ ദിശയാണ് ഈ തമ്പ് എന്ന് പറയുന്നത്. അപ്പൊ 3 വിരലുകൾ നമ്മൾ ഓർത്തിരിക്കുക. ആ 3 വിരലുകളെ പരസ്പരം, നമ്മുടെ 3 വിരലുകൾ, തമ്പ്, 4 ഫിംഗർ, മിഡിൽ ഫിംഗർ, തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ, ഈ 3 വിരലുകളും പരസ്പരം സ്ട്രെച്ച് ചെയ്യുക. എന്നിട്ട് 3ന്റെയും ദിശ മനസ്സിലാക്കുക. അതാണ് ഫ്ലെമിംഗ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. മറ്റൊന്ന് പറയുന്നത്, ഈ മോട്ടോർ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ മോട്ടോറിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ആർമേച്ചർ ഉണ്ട്, മാഗ്നറ്റ് ഉണ്ട്. ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊരു ഭാഗം കൂടി ഉണ്ട്, ഇതിന് ബ്രഷ് ഉണ്ട്, പിന്നെ സ്പ്ലിറ്റ് റിംഗ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആർമേച്ചർ കണ്ടിന്യൂസ് ആയിട്ട് കറങ്ങണമെങ്കിൽ, കംപ്ലീറ്റ് റൊട്ടേഷൻ, കംപ്ലീറ്റ് തടസ്സമില്ലാതെ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ കറണ്ടിന്റെ ദിശ മാറണം. വൈദ്യുതിയുടെ ദിശ മാറിക്കൊണ്ടിരിക്കണം. വൈദ്യുതിയുടെ ദിശ മാറണമെങ്കിൽ അവിടെ ഒരു ഉപകരണം ഘടിപ്പിക്കണം, സ്പ്ലിറ്റ് റിംഗ്. അപ്പൊ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ചേഞ്ച് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട്. കറണ്ടിന്റെ ദിശയെ മാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ അവിടെ ഉപയോഗിക്കുന്നത്. മറ്റൊന്ന് ലൗഡ് സ്പീക്കറാണ്. നമ്മളൊക്കെ കണ്ടിട്ടുള്ള ഉപകരണമാണ് ലൗഡ് സ്പീക്കർ. ലൗഡ് സ്പീക്കർ എന്ന് പറയുന്നത്, നമുക്കറിയാം, നമ്മൾ രാവിലെ അസംബ്ലിക്കൊക്കെ പിന്നെ മൈക്കിലൂടെ ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നെ സ്കൂൾ അസംബ്ലിയിൽ മൈക്കിലൂടെ സംസാരിച്ചു, മൈക്രോഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ ശബ്ദത്തെ
നമ്മുടെ സൗണ്ട് മൈക്രോഫോണിലേക്ക് കയറുമ്പോൾ അത് ഇലക്ട്രിക് സിഗ്നലായി മാറുകയാണ്. ആ ഇലക്ട്രിക് സിഗ്നൽ ആംപ്ലിഫയറിലേക്ക് എത്തുന്നു. ആംപ്ലിഫയർ ആ സിഗ്നലിന്റെ ശക്തി ഒന്നുകൂടി കൂട്ടി ഇൻക്രീസ് ചെയ്തിട്ട് ലൗഡ് സ്പീക്കറിൽ എത്തിക്കുന്നു. ലൗഡ് സ്പീക്കറിൽ എന്തൊക്കെയുണ്ട്? ലൗഡ് സ്പീക്കറിൽ കോയിലുണ്ട്. കോയിലിലേക്കാണ് എത്തുന്നത്. മാഗ്നറ്റിക് ഫീൽഡിനടുത്താണ് കോയിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോയിൽ എന്ത് ചെയ്യും? ഈ ഇലക്ട്രിക് സിഗ്നൽ എത്തുമ്പോൾ അത് ചലിക്കും. ചലിക്കുമ്പോൾ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും, ഡയഫ്രം കമ്പനം ചെയ്യും. തൽഫലമായി അത് സൗണ്ടായി പുറത്തേക്ക് വരും. ഓർത്തിരിക്കുക, ലൗഡ് സ്പീക്കറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് അതിന്റെ വോയിസ് കോയിൽ, രണ്ട് അതൊരു മാഗ്നറ്റിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്, മൂന്ന് ഡയഫ്രം ഉണ്ട്. അപ്പോൾ അവിടെ ഇലക്ട്രിക് എനർജി ശബ്ദോർജ്ജമൊക്കെ ആയി പുറത്തേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഇതാണ് ലൗഡ് സ്പീക്കറിനെ കുറിച്ച് ഓർത്തിരിക്കേണ്ട പ്രത്യേകത. ഇതാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ. ഇത്രയും ഭാഗങ്ങളാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ 1, 2 ചാപ്റ്ററുകളാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞത്. ഇനി നമ്മൾ പോകുന്നത് മൂന്നാമത്തെ ചാപ്റ്ററിലേക്കാണ്. മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. വൈദ്യുത കാന്തിക പ്രേരണം എന്നാണ്. വൈദ്യുത കാന്തിക പ്രേരണം വളരെ പ്രധാനപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 7 മാർക്ക് ക്വസ്റ്റ്യൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരും. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. അപ്പൊ അതിനകത്ത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഓർത്തിരിക്കണം. മൈക്കിൾ ഫാരഡേ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചത് അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു പരീക്ഷണമാണ്. എന്താണ് ആ പരീക്ഷണം എന്ന് ചോദിച്ചാൽ, ഒരു കമ്പിച്ചുരുളും ഒരു കോയിലും ഒരു കാന്തവും ഉണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാമെന്ന് കണ്ടുപിടിച്ച ആളാണ് മൈക്കിൾ ഫാരഡേ. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ആ പേജ് ഒന്ന് നിങ്ങൾ നോക്കണം. ഒരു സോളിനോയിഡിനുള്ളിലേക്ക് നോർത്ത് പോള് കയറ്റുന്നു. അപ്പൊ ഗാൽവനോമീറ്റർ റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നു. പടം എടുത്ത് നോക്കണം. നമുക്കിവിടെ പടം കാണിക്കാനുള്ള ഒരു സംവിധാനമില്ല. അപ്പൊ ഒരു സോളിനോയിഡിനുള്ളിലേക്ക് മാഗ്നറ്റ് കടത്തുമ്പോൾ കറണ്ട് ഉണ്ടായി. എന്താ കാരണം? മാഗ്നറ്റിന് ചുറ്റിനും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ട്. ഈ കാന്തം ഉള്ളിലേക്ക് ചലിപ്പിക്കുമ്പോൾ ആ മാഗ്നറ്റിക് ഫ്ലക്സ് കോയിലിൽ തട്ടി ചേഞ്ച് ആവും. അപ്പോൾ അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യും. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. വളരെ സിമ്പിൾ ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് കാന്തവും ഒരു കമ്പിച്ചുരുളും ഉണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം. കമ്പിച്ചുരുളിനകത്തേക്ക് കാന്തം എടുത്ത് വെക്കുക. അപ്പൊ കാന്തത്തിന് ചുറ്റിനും മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ട്, കാന്തിക ബലരേഖകളുണ്ട്. അതെടുത്ത് വെക്കുമ്പോൾ കാന്തിക ബലരേഖകൾ വിച്ഛേദിക്കപ്പെടും, ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ EMF ഉണ്ടാവും. ആ EMFനെ ആണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. ഈ പ്രോസസ്സിനാണ്, ഇങ്ങനെയാണ് അദ്ദേഹം ആദ്യമായി ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. അതിനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇംഗ്ലീഷ് മീഡിയംകാർ വൈദ്യുത കാന്തിക പ്രേരണം എന്ന് പറഞ്ഞാൽ ആ ഡെഫിനിഷൻ പഠിച്ചുകൊണ്ട് പോകണം. അപ്പൊ ഇനി ഇവിടെ ഒരു ചോദ്യം വരുന്നത്, എങ്ങനെ ഈ EMFന്റെ അളവ് കൂട്ടാം? ഹൗ ടു ഇൻക്രീസ് ദ ഇൻഡ്യൂസ്ഡ് EMF എന്നൊരു ചോദ്യം ഇവിടെ സാധാരണയായി വരുന്ന ചോദ്യമാണ്. അതിനുള്ള കാരണം ഈ ചുറ്റുകളുടെ ടേൺസ് കൂട്ടുക, നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക, ചുറ്റുകളുടെ എണ്ണം കൂട്ടുക. രണ്ടാമത്തേതെന്ന് പറയുന്നത് നല്ല പവർഫുൾ ആയിട്ടുള്ള മാഗ്നറ്റ് ഉപയോഗിക്കുക, സ്ട്രെങ്ത് ഉള്ള മാഗ്നറ്റ് ഉപയോഗിക്കുക, ശക്തിയേറിയ കാന്തം ഉപയോഗിക്കുക. ഇത് രണ്ടാമത്തെ പോയിന്റാണ്. മൂന്നാമത്തത്, കാന്തത്തെ നമ്മളല്ലേ ചലിപ്പിച്ചത്, കാന്തത്തെയോ കോയിലിനെയോ ചലിപ്പിക്കുക, അതിന്റെ സ്പീഡ് കൂട്ടുക. ഉദാഹരണം, നിങ്ങളുടെ സൈക്കിളിന്റെ ഡൈനാമോയിൽ നമ്മളത് വളരെ വേഗത്തിൽ കറക്കുമ്പോൾ പെടല് നല്ലപോലെ ചവിട്ടി കറക്കി നോക്കിക്കേ, നല്ല പ്രകാശം വരും. കാരണം എന്താ? നല്ല പ്രകാശം വരുന്നതിന് കാരണം എന്താ? വേഗത കൂടി, കാന്തവും കോയിലും ഒക്കെ ചലിക്കുന്നതിന്റെ വേഗത കൂടി. അപ്പോൾ ചലന വേഗത കൂടുന്നു, സ്പീഡ് ഓഫ് മാഗ്നറ്റ് ഓർ കോയിൽ ഇൻക്രീസ്, ദെൻ നല്ല രീതിയിൽ EMF പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ആ പോയിന്റ് ഓർത്തിരിക്കണം. 3 മാർഗങ്ങളാണ് ഇൻഡ്യൂസ്ഡ് EMFനെ കൂട്ടാനുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് ആ 3 മാർഗങ്ങൾ? ഒന്ന്, നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക, ചുറ്റുകളുടെ എണ്ണം കൂട്ടുക. രണ്ടാമത്തത്, സ്ട്രെങ്ത് ഉള്ള മാഗ്നറ്റ് ഉപയോഗിക്കുക, പവർഫുൾ മാഗ്നറ്റ് ഉപയോഗിക്കുക, ശക്തിയേറിയ കാന്തം ഉപയോഗിക്കുക. 3, സ്പീഡ് കൂട്ടുക,
കാന്തത്തിന്റെ ശക്തിയോ, കാന്തമാണ് ചലിപ്പിക്കുന്നതെങ്കിൽ കാന്തത്തിന്റെ സ്പീഡ് കൂട്ടുക. സോളിനോയിഡ് ചലിപ്പിച്ചാലും മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സോളിനോയിഡിന്റെ സ്പീഡ് കൂട്ടുക എന്നുള്ളതാണ് ഇവിടെ ഓർത്തിരിക്കേണ്ട പ്രത്യേകത. അപ്പോൾ അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യം. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഇങ്ങനെയാണ് നമ്മൾ ജനറേറ്റർ നിർമ്മിച്ചത്, കാന്തവും കോയിലും ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ആ ജനറേറ്ററിൻ്റെ പ്രധാനപ്പെട്ട 2 ജനറേറ്ററുകളുണ്ട്, AC ജനറേറ്ററും DC ജനറേറ്ററും. AC ജനറേറ്ററിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഫീൽഡ് മാഗ്നറ്റ്, കാന്തം, വൈദ്യുത കാന്തം, ഫീൽഡ് മാഗ്നറ്റ് എന്നുള്ളതാണ്. 2 ആർമേച്ചർ, 3 സ്ലിപ്പ് റിംഗ്, 4 ബ്രഷ്. ഫീൽഡ് മാഗ്നറ്റ്, അതുപോലെ തന്നെ ഫീൽഡ് കാന്തം, അത് കഴിഞ്ഞ് ആർമേച്ചർ, മൂന്നാമത്തത് സ്ലിപ്പ് റിംഗ്, 4 ബ്രഷ്. ഇതാണ് ജനറേറ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അത് ഓർത്തിരിക്കുക. പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ജനറേറ്ററിന്റെ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് കാന്തിക ധ്രുവങ്ങൾക്കിടയിൽ ബിറ്റ്വീൻ ദി മാഗ്നറ്റിക് പോൾസ് ആർമേച്ചർ ഇരിക്കുന്നു. അപ്പൊ കാന്തത്തിന്റെ ഇടയ്ക്ക് ആർമേച്ചർ ഇന്ന് കറങ്ങുന്നു. എങ്ങനെയാണ് ആർമേച്ചർ കറങ്ങുന്നത്? നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഉണ്ട്. ഉയർന്ന ഡാമുകളിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ആ വെള്ളത്തെ നമ്മൾ ഒഴുക്കിവിടുമ്പോൾ അത് കൈനറ്റിക് എനർജിയായി മാറും. അതിന്റെ ശക്തി കൊണ്ട് ആർമേച്ചർ കറങ്ങും. ആർമേച്ചർ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. നോർത്ത് പോളിനും സൗത്ത് പോളിനും ഇടയ്ക്കാണ്. നോർത്ത് പോളിനും സൗത്ത് പോളിനും ഇടയ്ക്ക് എന്തുണ്ട്? മാഗ്നറ്റിക് ലൈൻസ് ഉണ്ട്. ആ മാഗ്നറ്റിക് ലൈൻസ് മുറിയും. ആർമേച്ചർ ഇങ്ങനെ കറങ്ങും. ആർമേച്ചർ ഇരിക്കുന്നത് കാന്തിക മണ്ഡലത്തിലാണ്. 2 നോർത്തിന്റെയും സൗത്തിന്റെയും ഇടയിലാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ മാഗ്നറ്റിക് ആർമേച്ചർ ഇങ്ങനെ കറങ്ങുമ്പോൾ നോർത്ത് പോളിനും സൗത്ത് പോളിനും ഇടയ്ക്കുള്ള മാഗ്നറ്റിക് ലൈൻസ് മുറിയും. അപ്പോൾ സ്വാഭാവികമായും അതിനകത്ത് എന്തുണ്ടാവും? EMF ഉണ്ടാവും. EMF ഇൻഡ്യൂസ് ചെയ്യും. ഇങ്ങനെയാണ് ഇലക്ട്രിസിറ്റി അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരും, ഏതൊക്കെ ഡിഗ്രിയിലാണ് കറണ്ട് മാക്സിമം, EMF മാക്സിമം? അപ്പോൾ നിങ്ങൾ പറയണം 90 ഡിഗ്രിയിലും 270 ഡിഗ്രിയിലും, 90 ഡിഗ്രി ആൻഡ് 270 ഡിഗ്രി. ഏതൊക്കെ ഡിഗ്രിയിലാണ്? അപ്പോൾ ആ സമയത്താണ് ഈ 90 ഡിഗ്രി ആയിട്ട് ആർമേച്ചർ ഇരിക്കുമ്പോഴും 270 ഡിഗ്രി ആയിട്ട് ആർമേച്ചർ ഇരിക്കുമ്പോഴും നല്ലപോലെ ഫ്ലെക്സ് കട്ടാവും എന്ന് ഓർത്തിരുന്നാൽ മതി. നല്ലപോലെ ഫ്ലെക്സ് കട്ടാവുമ്പോൾ ഇവിടെ കൂടുതൽ EMF ഉണ്ടാവും. എന്നാൽ 0 ഡിഗ്രിയിലും 180 ഡിഗ്രിയിലും 360 ഡിഗ്രിയിലും ഒരു റൊട്ടേഷൻ പൂർത്തിയാകുമ്പോൾ ഉണ്ടാകും 360 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യും. ഈ 3 ഡിഗ്രി 0, 180, 360 ഈ 3 ഡിഗ്രിയിലും കറണ്ട് EMF 0 ആയിരിക്കും. ഓർത്തിരിക്കുമല്ലോ. അതാണ് അവിടെ ഓർത്തിരിക്കേണ്ടത്. മറ്റൊന്നെന്ന് പറയുന്നത് ഈ ആർമേച്ചർ ഇത് ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ്. എന്തുകൊണ്ടാണ് 50 ഹെർട്സ്? നമ്മുടെ വീട്ടിലെ മെയിൻ സ്വിച്ചിലൊക്കെ നോക്കിയാൽ 50 ഹെർട്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് നമ്മുടെ വീട്ടിൽ വരുന്ന വൈദ്യുതിയുടെ ഫ്രീക്വൻസി 50 ഹെർട്സ് എന്ന് പറയാൻ കാരണം? ഈ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നത് 1 സെക്കൻഡിൽ 50 വട്ടമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഫ്രീക്വൻസി 50 ഹെർട്സ് ആക്കി എഴുതി വെച്ചിരിക്കുന്നത്. അത് നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ വൈദ്യുതിയുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ്. കാരണം ആർമേച്ചർ 50 തവണ റൊട്ടേറ്റ് ചെയ്യും 1 സെക്കൻഡിൽ. അപ്പോൾ അതാണ് AC ജനറേറ്ററിനെ കുറിച്ച് ഓർത്തിരിക്കേണ്ട സംഗതികൾ. ഇതൊക്കെയാണ്. AC ജനറേറ്ററിൽ നിന്ന് DC ജനറേറ്ററിലേക്ക് പോകുമ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. AC ജനറേറ്റർ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അങ്ങനെ തന്നെയാണ് DC ജനറേറ്റർ പ്രവർത്തിക്കുന്നത്. ഒരു വ്യത്യാസമുണ്ട്. എന്താണ് അവിടെ പ്രധാനപ്പെട്ട വ്യത്യാസം? AC-യിൽ സ്ലിപ്പ് റിംഗ് ആണെങ്കിൽ DC-യിൽ സ്പ്ലിറ്റ് റിംഗ് ആണ്. എന്താണ് ഈ സ്പ്ലിറ്റ് റിംഗിന്റെ ഫംഗ്ഷൻ? കറണ്ട് AC വൈദ്യുതി തന്നെയാണ് DC ജനറേറ്ററിൽ ഉത്പാദിപ്പിക്കുന്നത്. ഓർത്തിരിക്കുക, DC ജനറേറ്ററിന്റെ ആർമേച്ചറിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന EMF അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് AC തന്നെയാണ്. പക്ഷെ അത് പുറത്തേക്ക് വരുമ്പോൾ AC-യെ DC ആക്കി മാറ്റും. ആരാണ് മാറ്റുന്നതെന്ന് ചോദിച്ചാൽ സ്പ്ലിറ്റ് റിംഗ്. ഇത്രയുള്ള വ്യത്യാസം. ബാക്കിയൊക്കെ അതിന്റെ റൊട്ടേഷനൊക്കെ കറക്റ്റാണ്. അപ്പൊ ഇതാണ് AC ജനറേറ്ററും DC ജനറേറ്ററും തമ്മിലുള്ള ഒരു താരതമ്യം എന്ന് പറയുന്നത്. അപ്പോൾ DC-യുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഫീൽഡ് മാഗ്നറ്റ്, ആർമേച്ചർ, ബ്രഷ്, സ്പ്ലിറ്റ് റിംഗ്, മറ്റതിന് സ്ലിപ്പ് റിംഗ്. ആ പോയിന്റ് ഓർത്തിരിക്കുക. ഇവിടെ തന്നെ ഈ
മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, ജനറേറ്റർ കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷനാണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്നതാണ്. അതിന്റെ പടം നിങ്ങൾ ശ്രദ്ധിക്കണം. ആ പടം എന്ന് പറയുന്നത് ഒരു പച്ചിരുമ്പ് കമ്പി, ഒരു അയൺ ബാർ, അതിനകത്ത് 2 കോയിൽ ചുറ്റിയിട്ടുണ്ട്. ഒന്നാമത്തെ കോയിലിന്റെ പേര് പ്രൈമറി കോയിൽ, രണ്ടാമത്തത് സെക്കൻഡറി കോയിൽ. ഈ പ്രൈമറി കോയിലിലേക്ക് AC വൈദ്യുതി കടത്തിവിടുന്നു. അപ്പോൾ സെക്കൻഡറിയിലുള്ള ബൾബ് കത്തും. ഇവർ തമ്മിൽ ബന്ധമൊന്നുമില്ല, ഇവർ അടുത്തടുത്തിരിക്കുന്നു എന്നുള്ള ഒറ്റ ബന്ധമേ ഉള്ളൂ. പ്രൈമറി കോയിലിനകത്തേക്ക് AC കറണ്ട് പാസ് ചെയ്യുമ്പോൾ സെക്കൻഡറി കോയിലിലുള്ള ബൾബ് പ്രകാശിക്കും. എന്താണ് കാരണം? അപ്പോൾ ഓർത്തിരിക്കുക, പ്രൈമറി കോയിലിലേക്ക് ഏത് വൈദ്യുതിയാണ് കടത്തിവിടുന്നത്? AC വൈദ്യുതി. AC വൈദ്യുതിയുടെ പ്രത്യേകത എന്താണ്? ദിശ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ AC വൈദ്യുതി ഈ പ്രൈമറി കോയിൽ എത്തുമ്പോൾ ആ പ്രൈമറി കോയിലിന് ചുറ്റും എന്ത് വരും? മാഗ്നറ്റിക് ഫീൽഡ് വരും. ആ മാഗ്നറ്റിക് ഫീൽഡ് ഏതിൽ ടച്ച് ചെയ്തിരിക്കുകയാണ്? സെക്കൻഡറിയിൽ. ഓർത്തിരിക്കുക, പ്രൈമറി കോയിലിനുള്ളിലേക്ക് ഇലക്ട്രിസിറ്റി കടന്നു വരുന്നു. ഏത് ഇലക്ട്രിസിറ്റി എന്ന് ചോദിച്ചാൽ AC ഇലക്ട്രിസിറ്റി കടന്നു വരുമ്പോൾ അതിന്റെ ദിശ ഇങ്ങനെ മാറും. ദിശ മാറുമ്പോൾ പ്രൈമറി കോയിലിന് ചുറ്റിനും എന്ത് രൂപപ്പെടും? വൈദ്യുതി വരുമ്പോൾ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് വരും. അത് ദിശ മാറുന്ന വൈദ്യുതിയാണ്. AC ആണ് വരുന്നതെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിന് നല്ല ചേഞ്ച് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ സ്വാഭാവികമായും ആ മാഗ്നറ്റിക് ഫീൽഡ് സെക്കൻഡറിയിൽ മുട്ടിയിരിക്കുകയാണ്. അപ്പോൾ സെക്കൻഡറിയിൽ എന്ത് രൂപപ്പെടും? ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ പ്രൈമറിയിൽ ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ സെക്കൻഡറിയിലും വൈദ്യുതി ഉണ്ടാവും. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. 2 കോയിലുകൾ അടുത്തടുത്തിരിക്കുമ്പോൾ പ്രൈമറി കോയിലിലേക്ക് ഇലക്ട്രിസിറ്റി കടന്നു വരുമ്പോൾ സെക്കൻഡറിയിൽ വൈദ്യുതി ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇത് AC-യിൽ മാത്രമേ നടക്കൂ. AC-യിൽ മാത്രമേ ഇലക്ട്രിസിറ്റിയുടെ ഡയറക്ഷൻ മാറുന്നുള്ളൂ. ഇലക്ട്രിസിറ്റിയുടെ ഡയറക്ഷൻ AC-യിൽ മാത്രമേ മാറുന്നുള്ളൂ. അപ്പൊ AC-യിൽ മാത്രമേ മ്യൂച്വൽ ഇൻഡക്ഷൻ നടക്കൂ എന്ന് മനസ്സിലാക്കണം. DC ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ സെക്കൻഡറിയിലെ ബൾബ് പ്രകാശിക്കത്തില്ല. കാരണം DC-യിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ നടക്കില്ല. ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ കൊണ്ട് വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങളുണ്ടോ? ഉണ്ട്. എന്താണ്? ട്രാൻസ്ഫോമർ. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ട്രാൻസ്ഫോമർ കണ്ടിട്ടുണ്ട്. വോൾട്ടേജ് കൂട്ടുന്ന ട്രാൻസ്ഫോമർ ഉണ്ട്, വോൾട്ടേജ് കുറയ്ക്കുന്ന ട്രാൻസ്ഫോമർ ഉണ്ട്. വോൾട്ടേജ് കൂട്ടുന്ന ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന പേരാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഓർത്തിരിക്കുക, വോൾട്ടേജ് കൂട്ടുന്ന ട്രാൻസ്ഫോമറിന് പറയുന്ന പേരാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. എന്താണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ? ചിത്രം നിങ്ങൾ നോക്കിക്കേ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിനകത്ത് പ്രൈമറി കോയിലുണ്ട്, സെക്കൻഡറി കോയിലുണ്ട്. പ്രൈമറി കോയിലിൽ ചുറ്റുകളുടെ എണ്ണം കുറവ്, സെക്കൻഡറി കോയിലിൽ ചുറ്റുകളുടെ എണ്ണം കൂടുതൽ. ശരിയല്ലേ? അപ്പൊ പ്രൈമറി കോയിലിനകത്തേക്ക് AC വൈദ്യുതി വരുമ്പോൾ അത് എങ്ങോട്ടേക്ക് ഇൻഡ്യൂസ് ചെയ്യും? കാരണം ആ കോയിലുകൾ തമ്മിൽ അടുത്തടുത്തിരിക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? മ്യൂച്വൽ ഇൻഡക്ഷൻ സംഭവിക്കും. പ്രൈമറി കോയിലിലേക്ക് വരുന്ന വൈദ്യുതി സെക്കൻഡറിയിലേക്ക് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. കാരണം എന്താ? AC വൈദ്യുതിയാണ് വരുന്നത്, അതിന്റെ ദിശ മാറുകയാണ്. അപ്പൊ സ്വാഭാവികമായും പ്രൈമറി കോയിലിൽ വരുന്ന വൈദ്യുതി സെക്കൻഡറി കോയിലിലേക്ക് മാറുന്നു. സെക്കൻഡറി കോയിലിൽ ചുറ്റുകളുടെ എണ്ണം കൂടുതലാണ്, നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്. അപ്പോൾ വോൾട്ടേജ് കൂടും. വോൾട്ടേജ് കൂടുന്ന ട്രാൻസ്ഫോമർ ആണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിനകത്ത് വരുന്ന ചോദ്യം, എവിടെയാണ് നമ്പർ ഓഫ് ടേൺസ് കൂടുതൽ? സെക്കൻഡറിയിൽ. എവിടെയാണ് നമ്പർ ഓഫ് ടേൺസ് കുറവ്? പ്രൈമറിയിൽ. എവിടെയാണ് കമ്പിക്ക് പ്രൈമറിയും സെക്കൻഡറിയിലെയും കമ്പികൾ തമ്മിൽ, അതിന്റെ വയറുകൾ തമ്മിൽ കമ്പാരിസൺ നടത്തുമ്പോൾ പ്രൈമറിയിൽ തിക്നെസ് കൂടുതലാണ്. പ്രൈമറിയിൽ തിക്നെസ് കൂടുതലാണ്. എന്തുകൊണ്ട്? പ്രൈമറിയിൽ കട്ടി കൂടിയ കമ്പി ഉപയോഗിക്കുന്നു. തിക്ക് വയർ ആർ യൂസ്ഡ് ഇൻ ദി പ്രൈമറി. ഓർക്കണം, എവിടെയാണ് വോൾട്ടേജ് കൂടുതൽ? സെക്കൻഡറിയിൽ. എവിടെയാണ് വോൾട്ടേജ് കുറവ്? പ്രൈമറിയിൽ. പ്രൈമറിയിൽ വോൾട്ടേജ് കുറവായതുകൊണ്ട് I കൂടുതലായിരിക്കും. I എന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ്. അത് പ്രൈമറിയിൽ കൂടുതലായിരിക്കും. എന്തിനാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ വോൾട്ടേജ് കൂടുമ്പോൾ I കുറയ്ക്കുന്നത്? രണ്ടിന്റെയും പവർ തുല്യമായിരിക്കും. ശ്രദ്ധിക്കുക, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ
പ്രൈമറിയിലും സെക്കൻഡറിയിലും പവർ തുല്യമാണ്. പ്രൈമറിയിൽ 500 വാട്ടാണ് പവറെങ്കിൽ സെക്കൻഡറിയിലും 500 വാട്ട് തന്നെ. പവറിൽ യാതൊരു വ്യത്യാസവും വരുന്നില്ല. പവറിന്റെ ഇക്വേഷൻ എന്താ? VI. അപ്പോൾ വോൾട്ടേജ് എവിടെയാണോ കൂടുതൽ അവിടെ I കുറയും, എങ്കിലേ പവർ ഈക്വൽ ആക്കാൻ പറ്റൂ. അപ്പോൾ പ്രൈമറിയിൽ ചുറ്റുകളുടെ എണ്ണം കുറവാണ്. പ്രൈമറിയിൽ ചുറ്റുകളുടെ എണ്ണം കുറവാണ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കുറവാണ്, പക്ഷെ I കൂടുതലാണ്. അതുകൊണ്ടാണ് തിക്ക് വയർ ഉപയോഗിക്കുന്നത്. എന്നാൽ സെക്കൻഡറി എടുത്ത് നോക്കിക്കേ, ടേൺസ് കൂടുതലാണ്, അപ്പോൾ വോൾട്ടേജ് കൂടും, പക്ഷെ I കുറവായിരിക്കും, തിൻ വയർ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇത്രയും പോയിന്റുകൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിനെ കുറിച്ച് ഓർത്തിരിക്കണം. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ ചുറ്റുകൾ കുറവുള്ളിടത്ത് പ്രൈമറിയും ചുറ്റുകൾ കൂടുതലുള്ളത് സെക്കൻഡറിയിലും, പവർ രണ്ടിടത്തും സെയിം ആയിരിക്കും. കറണ്ട് പ്രൈമറിയിൽ കൂടുതലും സെക്കൻഡറിയിൽ കുറവുമായിരിക്കും. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട്, വൈദ്യുത പ്രവാഹ തീവ്രത. അപ്പോൾ ഇതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അവിടെ എവിടെയാണ് ചുറ്റു കൂടുതൽ? പ്രൈമറിയിൽ ചുറ്റു കൂടുതലും സെക്കൻഡറിയിൽ ചുറ്റു കുറവുമായിരിക്കും. വോൾട്ടേജ് പ്രൈമറിയിൽ കൂടുതലും സെക്കൻഡറിയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഈ ചുറ്റുപാടും, നമ്മുടെ വീടിന്റെ ചുറ്റുപാടും ഒക്കെ ഇരിക്കുന്ന ട്രാൻസ്ഫോമറുകൾ സ്റ്റെപ്പ് ഡൗൺ ആണ്. അവിടെ പ്രൈമറിയിൽ ചുറ്റു കൂടുതലും സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസ് കുറവുമായിരിക്കും. ആ പോയിന്റ് ഓർത്തിരിക്കണം. അപ്പോൾ ഇതാണ് അതിന്റെ ട്രാൻസ്ഫോമറിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ട്രാൻസ്ഫോമറിന്റെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. VS/VP = NS/NP. അത് വെച്ചൊരു പ്രോബ്ലം ചോദിക്കും. VS എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയിലെ വോൾട്ടേജ്, VP എന്ന് പറഞ്ഞാൽ പ്രൈമറിയിലെ വോൾട്ടേജ്, NS എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ്, NP എന്ന് പറഞ്ഞാൽ പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്തൊരു കണക്ക് ചോദിക്കും. മറ്റൊരു കണക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് VP × IP = VS × IS. ആ ഇക്വേഷൻ ഉപയോഗിച്ചും ഒരു കണക്ക് ചോദിക്കാം. VP × IP = VS × IS എന്ന ഇക്വേഷൻ ഉപയോഗിച്ചും ട്രാൻസ്ഫോമറിൽ നിന്ന് കണക്ക് ചോദിക്കും. ട്രാൻസ്ഫോമർ പ്രവർത്തിക്കുന്നത് ഏത് തത്വത്തെ അടിസ്ഥാനമാക്കിയാണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയാണ്. ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ ഈസ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അതാണ്, ഇത്രയും കാര്യങ്ങളാണ് ട്രാൻസ്ഫോമറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. പ്രോബ്ലം ആയാണ് അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത്. വളരെ സിമ്പിളായി ചെയ്യാവുന്ന പ്രോബ്ലം ആയിരിക്കും. അതിന്റെ ഇക്വേഷൻസ് അറിയുക, ഇക്വേഷൻസ് എഴുതി വെച്ച് അതിനകത്ത് അതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് 1 മാർക്ക് ലഭിക്കും. അപ്പോൾ അത് ഒരു കാരണവശാലും പ്രോബ്ലം ചെയ്യാതെ പോരുത്. വളരെ പ്രധാനപ്പെട്ട പ്രോബ്ലമാണ്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് സെൽഫ് ഇൻഡക്ഷൻ. എന്താണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് ചോദിച്ചാൽ, നമ്മൾ ആ ടെക്സ്റ്റിൽ തന്നെ ഒരു ചിത്രം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു സോളിനോയിഡിനകത്തേക്ക് AC വൈദ്യുതി കണക്ട് ചെയ്യുന്നു. AC വൈദ്യുതി എന്ന് പറഞ്ഞാൽ ദിശ മാറുന്ന വൈദ്യുതി, അൾട്ടർനേറ്റിംഗ് കറണ്ട്. ആ സോളിനോയിഡിന് തൊട്ടടുത്തായി ഒരു ബൾബ് ഇരിപ്പുണ്ട്. സോളിനോയിഡിന് തൊട്ടടുത്തായി ബൾബ് ഇരിപ്പുണ്ട്. ഇനി AC വൈദ്യുതി കടത്തി വിടുമ്പോൾ ബൾബിന്റെ പ്രകാശം കൂടുമോ കുറയുമോ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. AC മാറ്റി DC ആക്കി. DC ആക്കുമ്പോൾ ബൾബിന്റെ പ്രകാശ തീവ്രത കൂടുമോ കുറയുമോ? അപ്പൊ ഓർത്തിരിക്കുക, AC വൈദ്യുതിയാണ് പോകുന്നതെങ്കിൽ സോളിനോയിഡിൽ ആ വൈദ്യുതി എത്തും. സോളിനോയിഡിനകത്ത് ആ ഇലക്ട്രിസിറ്റി എത്തുമ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് രൂപപ്പെടും. സംശയമൊന്നുമില്ലല്ലോ. ആ മാഗ്നറ്റിക് ഫീൽഡ് AC ആയതുകൊണ്ട് അതിന്റെ ദിശ മാറും, കറണ്ടിന്റെ ദിശ മാറും. കറണ്ടിന്റെ ദിശ മാറുന്നതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശയും മാറും. അപ്പൊ അവിടെ ഒരു EMF ഉണ്ടാവും. ആ EMFന് പറയുന്ന പേര് ബാക്ക് EMF. കാരണം AC ദിശയ്ക്ക് ഓപ്പോസിറ്റ് ആണ് അത് ചലിക്കുന്നത്. ആ ബാക്ക് EMF എന്നുള്ള പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മലയാളം മീഡിയം ആണെങ്കിലും ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും അവിടെ എഴുതേണ്ടത് ബാക്ക് EMF എന്നാണ്. ആ ബാക്ക് EMF ഉണ്ടാകുന്ന ആ പ്രോസസ്സാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ആ ബാക്ക് EMFന്റെ പ്രത്യേകത എന്താ? AC വൈദ്യുതിയെ തടയും. എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ആയി, ഒരു റെസിസ്റ്ററായി ബാക്ക് EMF അവിടെ ആക്ട് ചെയ്യും. തൽഫലമായി ബൾബിലേക്ക് എത്തുന്ന കറണ്ടിന്റെ അളവ് കുറയും. അപ്പോൾ ബൾബിന്റെ ഇന്റൻസിറ്റി കുറയും, പ്രകാശ തീവ്രത കുറയും. ഇതാണ് നമ്മൾ അവിടെ ഓർത്തിരിക്കേണ്ട കാര്യം. അപ്പോൾ സെൽഫ് ഇൻഡക്ഷൻ നടക്കുമ്പോൾ ബാക്ക് EMF ഉണ്ടാവുമെന്നും ബാക്ക് EMF AC-യെ തടയുമെന്നും AC-യെ തടയുമ്പോൾ ബൾബിലേക്ക് വരുന്ന കറണ്ടിന്റെ അളവ് കുറയുമെന്നും മനസ്സിലാക്കണം. ഇനി DC എടുത്ത് വെച്ച് കണക്ട് ചെയ്തു, AC മാറ്റി, അതേ വോൾട്ടേജിലുള്ള DC വെച്ചു, ബൾബ് നല്ലപോലെ പ്രകാശിക്കും. എന്താ കാരണം? അവിടെ ബാക്ക് EMF ഉണ്ടാകുന്നില്ല.
എന്തുകൊണ്ടാണ് ബാക്ക് EMF ഉണ്ടാവാത്തത്? അവിടെ ഡയറക്റ്റ് കറണ്ടാണ് വന്നത്, DC ആണ് വന്നത്. DC എന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ ദിശയ്ക്ക് മാറ്റം വരുന്നില്ല, അപ്പൊ ബാക്ക് EMF ഉണ്ടാവുന്നില്ല, മാഗ്നറ്റിക് ഫ്ലക്സിനൊന്നും മാറ്റം വരുന്നില്ല. ഇതാണ് അടുത്ത പോയിന്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സോളിനോയിഡിന് പറയുന്ന പേരാണ് ഇൻഡക്ടർ. ഈ ഇൻഡക്ടർ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത് ഈ ഇൻഡക്ടർ എന്തിനെ പോലെ പ്രവർത്തിക്കുന്നു? റെസിസ്റ്ററിനെ പോലെ പ്രവർത്തിക്കുന്നു, പ്രതിരോധത്തെ പോലെ പ്രവർത്തിക്കുന്നു. ഇൻഡക്ടർ പ്രതിരോധത്തെ പോലെ പ്രവർത്തിക്കുമ്പോൾ എന്താ ഗുണം? അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റർ പോലെ ഇൻഡക്ടർ വേണ്ടല്ലോ. ഇൻഡക്ടറിന്റെ ഗുണം ഇലക്ട്രിസിറ്റി ഹീറ്റായി പോകാതെ വൈദ്യുതിയെ തടയും. ഇൻഡക്ടർ ക്യാൻ റെഡ്യൂസ് എനർജി കൺസപ്ഷൻ, പവർ ലോസ്. ഇൻഡക്ടർ ക്യാൻ റെഡ്യൂസ് പവർ ലോസ്. വൈദ്യുതി നഷ്ടപ്പെടാതെ വൈദ്യുതിയെ തടയാൻ കഴിയുന്ന ഉപകരണമാണ് ഇൻഡക്ടർ എന്നുള്ള പോയിന്റ് ഓർത്തിരിക്കണം. ഒരിക്കൽ ചോദിച്ച ചോദ്യം, ഈ സോളിനോയിഡിലേക്ക് സോഫ്റ്റ് അയൺ കോർ ഇൻസേർട്ട് ചെയ്തു, AC ആണ്, സോളിനോയിഡിനകത്തേക്ക് സോഫ്റ്റ് അയൺ കോർ ഇൻസേർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ സോളിനോയിഡിനകത്തേക്ക് പച്ചിരുമ്പ് കമ്പി എടുത്തു വെക്കുമ്പോൾ ബൾബിന്റെ ഇന്റൻസിറ്റി കൂടുമോ കുറയുമോ എന്ന് പറയുന്ന ചോദ്യം. കാരണം എന്ത്? റീസൺ എന്താ? അപ്പോൾ ഓർത്തിരിക്കുക, ഒരു സോഫ്റ്റ് അയൺ കോർ AC പ്രവഹിക്കുന്ന സോളിനോയിഡിനുള്ളിലേക്ക് വെക്കുമ്പോൾ ബാക്ക് EMFന്റെ അളവ് കൂടും. ബാക്ക് EMFന്റെ അളവ് കൂടുമ്പോൾ സ്വാഭാവികമായും ബൾബിലേക്ക് വരുന്ന കറണ്ടിന്റെ അളവ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും ബൾബിന്റെ ഇന്റൻസിറ്റി വീണ്ടും കുറയും. അത് അങ്ങനെ ഒരു ചോദ്യം അവിടുന്ന് സാധാരണയായിട്ട് വരാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇൻഡക്ടറിനെ കുറിച്ച്. ഇൻഡക്ടർ എവിടെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇലക്ട്രോണിക് ചോക്കിൽ നല്ലതാണ് ഇൻഡക്ടർ. ഇലക്ട്രിസിറ്റിയെ തടയും, പക്ഷേ ഇലക്ട്രിസിറ്റി എന്തായി പോകത്തില്ല? ഹീറ്റായി പോകത്തില്ല. റെസിസ്റ്റൻസ് ഉപയോഗിച്ചാൽ ഇലക്ട്രിസിറ്റിയെ തടയും, പക്ഷേ ഇലക്ട്രിസിറ്റി എന്തായി പോവും? ഹീറ്റായി പോവും. അപ്പൊ ഏതാ നല്ലത്? റെസിസ്റ്ററിനേക്കാൾ നല്ലത് ഇൻഡക്ടർ ആണെന്നുള്ള പോയിന്റ് ഓർത്തിരിക്കുക. മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ. ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു, നമ്മൾ അസംബ്ലിയിലൊക്കെ സംസാരിക്കുമ്പോൾ, നമ്മൾ മൈക്രോഫോണിലൂടെ സംസാരിക്കുമ്പോൾ, നമ്മൾ ഹലോ എന്ന് പറയുമ്പോൾ ആ ശബ്ദം എവിടെ ചെന്ന് തട്ടുന്നു? മൈക്രോഫോണിന്റെ ഡയഫ്രത്തിൽ ചെന്ന് തട്ടുന്നു. അപ്പോൾ ആ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നു. ഡയഫ്രം കമ്പനം ചെയ്യുമ്പോൾ അതിനകത്തിരിക്കുന്ന കോയിൽ കമ്പനം ചെയ്യുന്നു. അങ്ങനെ അവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇടയിലാണ് ആ കോയിൽ ഇരിക്കുന്നത്. ഇപ്പൊ സ്വാഭാവികമായും അവിടെ എന്ത് ഫോം ചെയ്യും? വൈദ്യുത സിഗ്നൽ ഉണ്ടാവും, ഇലക്ട്രിക് സിഗ്നൽ ഫോം ചെയ്യും. ഇലക്ട്രിക് സിഗ്നൽ അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് സിഗ്നലായി മാറുകയാണ്. അപ്പൊ അവിടെ ശബ്ദോർജത്തെ വൈദ്യുതോർജമായി മാറുകയാണ്. മെക്കാനിക്കൽ എനർജി ചേഞ്ച് ഇൻടു ഇലക്ട്രിക്കൽ എനർജി. ഏതാണ്? മൈക്രോഫോൺ. അപ്പൊ മൈക്രോഫോൺ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയെന്ന് ചോദ്യം വരും. ഡയഫ്രം ഉണ്ട് ഒരു പ്രധാനപ്പെട്ട ഭാഗം, കോയിലുണ്ട്. അപ്പോൾ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് അതിന്റെ മാഗ്നറ്റ് ആണ്. ഇതൊക്കെയാണ് മൈക്രോഫോണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അത് ഓർത്തിരിക്കേണ്ട മറ്റൊരു സംഗതിയാണ്. പിന്നെ എന്നുള്ളത് പവർ ട്രാൻസ്മിഷനാണ്. ഈ പവർ ട്രാൻസ്മിഷനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യത്ത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് 11 kV-യിലാണ്, 11,000 വോൾട്ട്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മുടെ രാജ്യത്ത് ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കുന്ന വോൾട്ടേജ് വളരെ കൂടുതലാണ്, 11,000 വോൾട്ടാണ്. 11 kV-യാണ്, 11 kV-യാണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ വെറും 230 വോൾട്ട് മതി. നമ്മുടെ ഇപ്പൊ ഇടുക്കിയിൽ മൂലമറ്റത്തൊക്കെ ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കുന്നത് 11 kV-യിലാണ്. ആ 11 kV-യെ അവിടെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചുകൊണ്ട് 220 kV-ആക്കി മാറ്റും. 11 kV എത്ര വോൾട്ടേജ് ആയി മാറും? 220 kV-ആക്കി മാറ്റും. സ്റ്റെപ്പ് അപ്പ് ഉപയോഗിച്ച് പവർ സ്റ്റേഷനിൽ വെച്ച്, മൂലമറ്റം പവർ സ്റ്റേഷനിൽ വെച്ച് തന്നെ 11 kV-യെ 220 kV-ആക്കി മാറ്റും. എന്തിനാണ് ഈ വോൾട്ടേജ് കൂട്ടുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 11 kV 220 kV-ആയി മാറുമ്പോൾ വോൾട്ടേജ് ഭയങ്കരമായി കൂടി. വോൾട്ടേജ് കൂടുമ്പോൾ I കുറയും. ട്രാൻസ്ഫോമറിൽ നമ്മൾ നേരത്തെ പഠിച്ചതാണ്, വോൾട്ടേജ് കൂടുമ്പോൾ I കുറയും. I കുറയുമ്പോൾ ജൂൾസ് ലോ അനുസരിച്ച് H=I²RT എന്ന ഇക്വേഷൻ അനുസരിച്ച് I കുറയുമ്പോൾ ഹീറ്റും കുറയും. അപ്പോൾ പവർ ലോസ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പവർ ലോസിനെ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ വോൾട്ടേജ് കൂട്ടിയാൽ മതി. വോൾട്ടേജ് കൂടുമ്പോൾ എന്ത് കുറയണം? 11 kV-യിൽ നിന്ന് 220 kV-ആയി വോൾട്ടേജ് കൂടുമ്പോൾ I കുറയും.
ഐ കുറയുമ്പോൾ ജൂൾസിലെ അനുസരിച്ച് ജൂൾസിലെ ഇക്വേഷൻ H=I²RT ആണ്. H=I²RT അനുസരിച്ച് ഐ കുറയുമ്പോൾ ഹീറ്റ് കുറയും. അങ്ങനെ പവർ ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് 11 kV 220 kV. പക്ഷെ നമ്മുടെ വീട്ടിലെത്തുമ്പോൾ എത്ര വോൾട്ടേജ് മതി? 230. അപ്പൊ നമ്മുടെ വീടിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ട്രാൻസ്ഫോമർ ഉണ്ട്. ആ ട്രാൻസ്ഫോമർ ഒക്കെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. കാരണം അത് നമ്മുടെ വീട്ടിലെത്തുമ്പോൾ ഈ വോൾട്ടേജ് എത്രയായി കുറയണം? 230 വോൾട്ടേജ് ആയി കുറയണം. ഇത്ര ചെറിയ വോൾട്ടേജിലേക്ക് വരണം. അങ്ങനെയാണെങ്കിൽ അവിടെയൊക്കെ ഉപയോഗിക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഓർത്തിരിക്കുക, ഉൽപ്പാദിപ്പിക്കുന്നിടത്ത് മാത്രം സ്റ്റെപ്പ് അപ്പ്, ബാക്കി എല്ലായിടത്തും ഇരിക്കുന്ന ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് ഡൗൺ. ഉൽപ്പാദിപ്പിക്കുന്ന വോൾട്ടേജ് 11 kV. അതിനെ അടുത്ത സ്റ്റെപ്പ് എത്ര ആകുന്നു? 220 kV. നമ്മുടെ വീട്ടിൽ എത്ര മതി? വെറും 230 വോൾട്ടേജ് മതി. ഇതാണ് പവർ ട്രാൻസ്മിഷനെ കുറിച്ച് ഓർത്തിരിക്കേണ്ട പ്രത്യേകത. മറ്റൊന്ന് പറയുന്നത് നമ്മുടെ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷനാണ്. നമ്മുടെ വീട്ടിലെ പോസ്റ്റിൽ, വീടിനടുത്തുള്ള പോസ്റ്റിൽ നിന്ന് വീട്ടിലേക്ക് ഒരു വയർ വരുന്നുണ്ട്. സ്റ്റേ വയർ എന്നൊക്കെ നമ്മൾ പറയും. അതിനകത്ത് ഫേസ് ന്യൂട്രലും ഉണ്ട്. അത് ആദ്യം വന്ന് ചേരുന്നത് മീറ്ററിലാണ്, അല്ലേ? മീറ്ററിലായതുകൊണ്ട് കൃത്യമായി നമുക്ക് എത്ര കറണ്ട് ചാർജ് നമ്മൾ ഉപയോഗിക്കുന്നുവെന്ന് അറിയാൻ പറ്റും. അപ്പൊ ആദ്യം ഈ മീറ്ററിൽ കണക്ഷൻ കൊടുക്കുന്നതിന്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ, പിന്നെ നമ്മുടെ വീട്ടിലെ ഇലക്ട്രിക് എനർജി കൺസംഷൻ കൃത്യമായി മെഷർ ചെയ്യാൻ മീറ്ററിന് കഴിയും. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, മീറ്റർ കഴിഞ്ഞാൽ ഒരു ഫ്യൂസ് ഉണ്ട്, മെയിൻ ഫ്യൂസ്. അതെല്ലാം ഫേസ് ലൈനായിരിക്കും. ഫ്യൂസ് കഴിഞ്ഞാൽ മെയിൻ സ്വിച്ച് ഉണ്ട്. മെയിൻ സ്വിച്ച് കഴിഞ്ഞ് ELCB ഉണ്ട്. ELCB കഴിഞ്ഞ് MCBയുടെ കണക്ഷനിലേക്ക് പോകും. ഇങ്ങനെയാണ് അതിൻ്റെ പോകുന്നത്. അപ്പോൾ ആദ്യം മീറ്റർ, അത് കഴിഞ്ഞ് മെയിൻ ഫ്യൂസ് ഉണ്ട്, അത് കഴിഞ്ഞ് മെയിൻ സ്വിച്ച്, ആഫ്റ്റർ ദി മെയിൻ സ്വിച്ച് ELCB കഴിഞ്ഞ് മറ്റ് ഫ്യൂസ് ബോർഡുകളിലേക്ക് പോകും, MCB ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലേക്കൊക്കെ പോകും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഈ എങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻ പോകുന്നത് ഓർത്തിരിക്കണം. എർത്ത് എവിടെ തുടങ്ങുന്നു എന്ന് ഓർത്തിരിക്കണം. മെയിൻ സ്വിച്ചിൽ നിന്നാണ് എർത്തിൻ്റെ കണക്ഷൻ. ആദ്യം 2 വയറേ വരുന്നുള്ളൂ, ഫേസും ന്യൂട്രലും. പിന്നീട് അത് 3 വയറായിട്ട് മാറും. മെയിൻ സ്വിച്ചിൽ വെച്ച് ഫേസും ന്യൂട്രലും എർത്തും ഒക്കെ ആയിട്ട് മാറും. അപ്പോൾ അത് ഓർത്തിരിക്കുക. അങ്ങനെയാണ് നമ്മുടെ ഹൗസ് ഹോൾഡിന്റെ കണക്ഷൻ എങ്ങനെയാണ്? പാരലൽ കണക്ഷനാണ്. പാരലൽ കണക്ഷന്റെ അഡ്വാൻറ്റേജ് ഞാൻ മുൻപ് പറഞ്ഞിരുന്നു. റെസിസ്റ്റൻസ് കുറവാണ്, ഇൻഡിവിജ്വൽ കൺട്രോൾ പോസിബിൾ ആണ്, ഓരോ ഉപകരണത്തെയും പ്രത്യേകം നിയന്ത്രിക്കാൻ കഴിയും എന്നൊക്കെയുള്ള പോയിന്റുകൾ അവിടെ ഓർത്തിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നെ ഒരു വാട്ട് അവർ മീറ്റർ നമ്മളിപ്പോൾ ചർച്ച ചെയ്തു. നമ്മുടെ മെയിൻസ് മീറ്ററിൽ എഴുതി വെച്ചിരിക്കുന്നത് KWH എന്നാണ്, കിലോ വാട്ട് അവർ. എന്താണ് കിലോ വാട്ട് അവർ? ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ് ആണ് കിലോ വാട്ട് അവർ. അത് അളക്കുന്ന ഉപകരണമാണ് വാട്ട് അവർ മീറ്റർ. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീട്ടിലെ കറണ്ട് ചാർജ് അളക്കാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിൽ 4 ഫാൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 4 ഫാന്, ഒരു ഫാനിന്റെ പവർ 150 ആണെന്ന് വിചാരിക്കുക. അപ്പൊ 4 × 150. ഇത് 3 മണിക്കൂർ നിങ്ങൾ പ്രവർത്തിപ്പിക്കുമെന്ന് വിചാരിക്കുക. അപ്പൊ 4 × 150 × 3 ഡിവൈഡഡ് ബൈ 1000. ഇതിനെ 1000 കൊണ്ട് ഭാഗിക്കുന്നത് നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളെല്ലാം വാട്ടിലാണ്. പക്ഷെ വൈദ്യുത ചാർജ് അളക്കുന്ന ഏതില? കിലോ വാട്ടിലാണ്. അപ്പോൾ വാട്ടിനെ കിലോ വാട്ടിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ 1000 കൊണ്ട് ഭാഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ദിവസത്തെ എനർജി കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്? ഒരു ദിവസത്തെ എനർജി കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാർഗം 4 ഫാനാണെങ്കിൽ 4 എണ്ണം ഇൻറ്റു എത്ര പവറാണെന്ന് ചോദിച്ചാൽ 150 ഇൻറ്റു എത്ര മണിക്കൂറാണെന്ന് ചോദിച്ചാൽ 3 മണിക്കൂറാണെങ്കിൽ 3 × 3 ഡിവൈഡഡ് ബൈ 1000. ഇത്രയും ചെയ്താൽ മതി. അത് എത്ര എനർജി, എത്ര യൂണിറ്റ് ആണ് കിട്ടി? ഒരു ദിവസത്തെ കിട്ടി. പിന്നെ ഒരു മാസത്തെ ചെയ്താൽ മതി, 30 ദിവസം. അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലെ കറണ്ട് ചാർജ് ഒരു മാസത്തെയൊക്കെ കണക്ക് കൂട്ടിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അതിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോ വാട്ട് അവറിലാണ് അത് ചെയ്യുന്നത്. കിലോ വാട്ട് അവറിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ 1000 കൊണ്ട് അത് ഡിവൈഡ് ചെയ്യുന്നത്. പിന്നെ നമ്മളിവിടെ ഈ സേഫ്റ്റി, നമ്മുടെ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ്റെ സേഫ്റ്റി മെഷേഴ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് നമ്മൾ പഠിച്ചു. സേഫ്റ്റി ഫ്യൂസ്, അതിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു. പിന്നെ MCB, ഇപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് MCB. MCBയുടെ ഫുൾ ഫോം എന്താണ്? മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഈ MCB എന്ന് പറയുന്നത് അമിതമായ ഓവർലോഡോ ഷോർട്ട് സർക്യൂട്ടോ ഒക്കെ വരുമ്പോൾ ഇത് ഓഫ് ആവും.
ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളൊക്കെ സംരക്ഷിക്കും. MC-യുടെ വർക്കിംഗ് അങ്ങനെയാണ്. ഇത് ഏതിന് എഫക്റ്റ് ആണെന്ന് ചോദിച്ചാൽ ഹീറ്റിംഗ് ആൻഡ് മാഗ്നറ്റിക് ഇഫക്റ്റ്. MCB ഹീറ്റിംഗ് ഇഫക്റ്റിൻ്റെയും മാഗ്നറ്റിക് ഇഫക്റ്റിൻ്റെയും കൂടി ഫലമാണ് MCB എന്നുള്ള പോയിന്റ് ഓർത്തിരിക്കുക. അപ്പോൾ അത്രയുമാണ് MCB. പിന്നെ നമ്മുടെ വീട്ടിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് 3 പിൻ. 3 പിൻ എന്ന് പറഞ്ഞാൽ 3 പിൻ അതിനകത്തുണ്ട്. ഒരു പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആ നടുക്കിലത്തെ പിന്നിനെ നിങ്ങൾ നോക്കിയാൽ അറിയാം, നീളം കൂടുതലായിരിക്കും, വണ്ണം കൂടുതലായിരിക്കും, ലെങ്ത് ആൻഡ് ഏരിയ വളരെ കൂടുതലായിരിക്കും. എന്തിനാണ് ലെങ്ത് കൂട്ടി വെച്ചിരിക്കുന്നത്? ഫസ്റ്റിൽ എർത്തിങ് നടക്കണം. ആദ്യം എർത്തിങ് നടക്കണം. എർത്തിങ് ടേക്സ് പ്ലേസ് ഫസ്റ്റ്. ആദ്യം എർത്തിങ് നടക്കാൻ വേണ്ടിയാണ് അതിന് നീളം കൂട്ടി വെച്ചിരിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ അയൺ ബോക്സ് നമ്മൾ സ്ഥിരം കൈകാര്യം ചെയ്യുന്ന ഒരു ഉപകരണമാണ് അയൺ ബോക്സ്. ഈ അയൺ ബോക്സിന്റെ മെറ്റാലിക് ബോഡിയിലൊക്കെ നമ്മൾ ടച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. ചൂടുണ്ടോ നോക്കിയൊക്കെ ചെയ്യാം. അപ്പോഴൊക്കെ ഇതിനകത്തേക്ക് അമിതമായ കറണ്ടൊക്കെ വന്ന് കയറി ഇരിക്കുകയാണെങ്കിൽ, അതിന് ആ ഉപകരണത്തിന് എന്തെങ്കിലും ഡാമേജ് ഒക്കെ പറ്റി ആ മെറ്റാലിക് ബോഡിയിലൊക്കെ കറണ്ട് വന്നിരിക്കുകയാണെങ്കിൽ നമ്മളെ ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ 3 പിന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ എർത്ത് പിന്നിന് നീളം കൂടുതലായതുകൊണ്ട് കറണ്ടിനെ വലിച്ച് ഭൂമിയിലേക്ക് കളയും. അങ്ങനെ ആ ഉപകരണത്തെ സേഫ് ആക്കും. അപ്പോൾ അതിന്റെ മെറ്റാലിക് ബോഡിയിലാണ് ഈ എർത്ത് പിൻ കണക്ട് ചെയ്യുന്നുള്ള പോയിന്റ് കൂടി ഓർത്തിരിക്കണം. അപ്പോൾ ആ ഉപകരണം സേഫായി. പിന്നെ നമുക്ക് അതിനകത്ത് ധൈര്യമായി തൊടാം. അതാണ് നീളം കൂട്ടി വെക്കുന്നതിനുള്ള അഡ്വാൻറ്റേജ്. എന്തിനാണ് അതിന്റെ വണ്ണം കൂട്ടി വെക്കുന്നതെന്ന് ചോദിച്ചാൽ, ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ ഈസി ആയിട്ട് എർത്തിങ് നടക്കും. അപ്പോൾ എർത്തിങ് ഈസി ആക്കണമെങ്കിൽ, എർത്തിങ് നല്ല രീതിയിൽ നടക്കണമെങ്കിൽ എർത്ത് പിന്നിന്റെ ലെങ്ത് കൂട്ടണം, ഏരിയ കൂട്ടണം. ഈ 2 പോയിന്റ് അവിടെ നമ്മൾ ഓർത്തിരിക്കണം. അതാണ് 3 പിൻ പ്ലഗിനെ കുറിച്ച്. സേഫ്റ്റി മെഷേഴ്സിന് വേണ്ടി 3 ഉപകരണങ്ങളാണ് അവിടെ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഒന്ന് MCB, 2 സേഫ്റ്റി ഫ്യൂസ്, 3 എർത്ത് പിൻ എന്നുള്ള പോയിന്റാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതൊക്കെ ചാപ്റ്ററൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇലക്ട്രിക് ഷോക്ക് എങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നുള്ള പോയിന്റ് ഓർത്തിരിക്കണം. ഈ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ വെറ്റ് ഹാൻഡ് കൊണ്ട് ഉപയോഗിക്കരുത്, നനഞ്ഞ കൈ കൊണ്ട് അത് യൂസ് ചെയ്യരുത് എന്നുള്ളതാണ്, ഉപയോഗിക്കരുത് എന്നുള്ളത് ഓർത്തിരിക്കും. പിന്നെ എന്ന് പറയുന്നത്, നമ്മുടെ ഒരുപാട് കറണ്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ 3 പിന്നിനകത്ത് ഉപയോഗിക്കണം. 3 പിൻ അത് കണക്ട് ചെയ്ത് വേണം ഉപയോഗിക്കാൻ. 3 വലിയ ഇടിയും മിന്നലും ഒക്കെ വരുന്ന സമയത്ത് മെയിൻ സ്വിച്ച് നമ്മൾ എന്ത് ചെയ്യണം? സ്വാഭാവികമായി അത് ഓഫ് ചെയ്യണം. പിന്നെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്, ഇടിമിന്നലൊക്കെ ഉള്ള സമയത്ത് കൈറ്റ് പട്ടം പറത്താൻ, ഡു നോട്ട് ഫ്ലൈറ്റ് കൈറ്റ് എന്ന് പറയുന്നത്, ഫ്ലൈ കൈറ്റ്സ് എന്നുള്ളത് പട്ടം പറത്തുന്നതൊക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം. മുടിയൊക്കെ നമ്മൾ ഈ ടേബിൾ ഫാൻ ഉപയോഗിച്ച് ഉണക്കാനൊന്നും ശ്രമിക്കരുത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുന്ന കാര്യത്തിൽ നിന്ന് നമുക്ക് ഭംഗിയായി അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതാണ് നമ്മുടെ 3ാമത്തെ ചാപ്റ്ററിലുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇതിൽ നിന്ന് 7 മാർക്കിന് വരെ ചോദിക്കാവുന്ന വലിയൊരു ചാപ്റ്ററാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇനി നമ്മൾ 4ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുന്നു. 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. പ്രകാശത്തിന്റെ പ്രതിഫലനം. പ്രകാശം പ്രതിഫലിക്കും. നമ്മളൊരു ബോൾ എടുത്തു കഴിഞ്ഞാൽ പ്രകാശം പ്രതിഫലിക്കുന്നത് പോലെ ലൈറ്റും പ്രതലത്തിൽ തട്ടി തിരിച്ചു വരും. അവിടെ ഓർത്തിരിക്കേണ്ട പോയിന്റ്, ഒരു സ്മൂത്ത് സർഫസ് ആണെന്ന് വിചാരിക്കുക. അതിനകത്ത് ലൈറ്റ് തട്ടി തിരിച്ചു വരുമ്പോൾ പിന്നെ ആംഗിൾ ഓഫ് ഇൻസിഡന്റും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആയിരിക്കും. ചെന്ന് തട്ടുന്ന ഉണ്ടാകുന്ന ഇൻസിഡന്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ 40 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എത്ര തന്നെ ആയിരിക്കും? 40 ഡിഗ്രി തന്നെ ആയിരിക്കും. ആ പോയിന്റ് ഓർത്തിരിക്കണം. അങ്ങനെ ഒരു ചോദ്യം വേണമെങ്കിൽ വരാം. പിന്നെ ലോ ഓഫ് റിഫ്ലക്ഷന്റെ 2ാമത്തെ പോയിന്റ് ആണ് ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ. പതനരശ്മി, പ്രതിഫലന രശ്മി, നോർമൽ, ലംബം, ഇത് 3 ഒരേ തലത്തിലായിരിക്കും എന്നുള്ളതാണ്. ഈ 2 പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അത് ഓർത്തിരിക്കണം. പിന്നെ നമ്മൾ രാവിലെ നമ്മുടെ ഇമേജ് നോക്കാറുണ്ട്. പ്ലെയിൻ മിററിൽ, സമതല ദർപ്പണത്തിൽ നമ്മുടെ ഇമേജ് നോക്കാറുണ്ട്. എന്താണ് പ്രത്യേകത? നമ്മുടെ അതേ സൈസ് തന്നെ അതിനകത്ത് കാണിക്കും. പ്ലെയിൻ മിറർ, ആ പ്ലെയിൻ മിററിൽ ഉണ്ടാകുന്ന ഇമേജിന്റെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ അതേ സൈസ് അതിനകത്ത് കാണിക്കും, അല്ലേ? മറ്റു 2ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളും മിററും തമ്മിൽ എത്ര അകലമുണ്ടോ അത്രയും അകലം മിററും ഇമേജും തമ്മിലുണ്ടാവും.
ശ്രദ്ധിച്ചിരിക്കണം. പ്ലെയിൻ മിററിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ അതേ പ്രതിബിംബം, അതേ സെയിം സൈസിലുള്ള പ്രതിബിംബം ഇമേജ് നമുക്ക് കാണാൻ കഴിയും. പ്ലെയിൻ മിററിന്റെ ഒരു പ്രത്യേകതയാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളും നിൽക്കുന്നപ്പോൾ ഞാനൊരു ദർപ്പണത്തിന്റെ മുന്നിൽ, പ്ലെയിൻ മിററിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാനും ദർപ്പണവും തമ്മിൽ എത്ര അകലമുണ്ടോ അത്രയും അകലം ദർപ്പണവും ഇമേജും തമ്മിൽ ഉണ്ടാവും എന്നുള്ള പോയിന്റ് അവിടെ ഓർത്തിരിക്കണം. റിയൽ ഇമേജ് ആണ് അവിടെ ഉണ്ടാകുന്നത് എന്നുള്ളത് കൂടി പറയും. യഥാർത്ഥത്തിലുള്ള പ്രതിബിംബമാണ് ഉണ്ടാകുന്നത് എന്നൊക്കെയുള്ള പോയിന്റ് പ്ലെയിൻ മിററിൽ ഓർത്തിരിക്കണം. പിന്നെ ഒരു മിററാണ് കോൺവെക്സ് മിറർ. നമ്മുടെയൊക്കെ വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നതാണ് കോൺവെക്സ് മിറർ. കോൺവെക്സ് മിററിനകത്ത് ചെറിയ ഇമേജാണ് ഫോം ചെയ്യുക പൊതുവെ. അപ്പോൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന മിറർ എന്ന് പറയുന്നത് കോൺവെക്സ് മിററാണ്. ഈ കോൺവെക്സ് മിറർ നമ്മുടെ ചെറുതാക്കി കാണിക്കുന്ന ഒരു മിററാണ്, ഇമേജ് ചെറുതാക്കി കാണിക്കുന്ന ഒരു മിററാണ്. അതുകൊണ്ട് തന്നെയാണ് റിയർ വ്യൂ മിററായിട്ട്. മാത്രമല്ല ഇതിന് ഫീൽഡ് ഓഫ് വ്യൂ കൂടുതലാണ്, വീക്ഷണ ദൃഷ്ടി ഇതിന് ഈ കോൺവെക്സ് മിററിന് കൂടുതൽ. അതുകൊണ്ട് ഒരുപാട് വാഹനങ്ങളൊക്കെ ബാക്കിൽ വന്നാൽ നമുക്കത് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. അതാണ് കോൺവെക്സ് മിററിന്റെ പ്രത്യേകത. കോൺകേവ് മിറർ എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. കോൺകേവ് മിറർ എന്ന് പറയുന്നത് നമ്മൾ വലുതാക്കി കാണിക്കും. നമ്മൾ ഈ ബ്യൂട്ടി പാർലറിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ഇച്ചിരൂടെ വലുതാക്കി കാണിക്കും. നല്ല സുന്ദരനും സുന്ദരിയും ഒക്കെ ആക്കി ഇരുത്തും, ഇച്ചിരൂടെ വലുതാക്കി കാണിക്കും. അതാണ് കോൺകേവ് മിററിന്റെ പ്രത്യേകത. പിന്നെ അതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഡെന്റിസ്റ്റ് ഒക്കെ ഉപയോഗിക്കും. അവർ പല്ലിനകത്തുള്ള കാണാൻ വേണ്ടിയിട്ടൊക്കെ കോൺകേവ് മിറർ ഉപയോഗിക്കാറുണ്ട്. വലുതാക്കി കാണിക്കും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ മിററിനെ കുറിച്ച് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട പ്രത്യേകത. പിന്നെ നമ്മൾ ഈ ജുവലറിയിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കുറച്ച് സ്വർണ്ണം ആ ജുവലറി കാണും, പക്ഷെ അവിടെ ഇവിടെയൊക്കെ ഒരുപാട് സ്വർണ്ണം ഇരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷനാണ്. അതവർ ആ മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരുപാട് മിറർ ഇങ്ങനെ വെച്ചിരിക്കും. നമ്മൾ തന്നെ ജുവലറിയിലോട്ട് ചേരുമ്പോൾ നമ്മുടെ ഒരുപാട് ഇമേജ് ചുറ്റുപാടും ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് നമ്മൾ കാണും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഒരുപാട് മിറർ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. മൾട്ടിപ്പിൾ ചെയ്ത് കാണും. അത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷനാണ് മിററിന്റെ മറ്റൊരു പ്രത്യേകത. ആവർത്തന പ്രതിഫലനമാണ്. അതൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകണം. n = 360/θ-1. തീറ്റ എന്ന് പറയുന്നത് ഈ മിറർ ക്രമീകരിച്ചിരിക്കുന്ന ആംഗിളാണ്. അപ്പോൾ നിങ്ങളെടുത്ത് പറയുക മിറർ ക്രമീകരിച്ചിരിക്കുന്നത് 90 ഡിഗ്രിയിലാണ്. എത്ര ഇമേജ് ഫോം ചെയ്യും? ഇപ്പം നിങ്ങൾ n = 360 / 90 - 1, 4 - 1 3 എന്നൊക്കെ വരും. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം, ഒരു കണക്ക്, ചെറിയ കണക്ക് വേണമെങ്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ പിന്നെ ഇതാണ് നമ്മുടെ മിററിൻ്റെ ഒക്കെ പ്രത്യേകത. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഈ മിറർ ഇക്വേഷൻ ഓർത്തിരിക്കണം. മിറർ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/f = 1/u + 1/v. f = uv/u + v. ഇത് രണ്ട് ഏതെങ്കിലും ഇട്ടായിരിക്കും നിങ്ങൾ കണക്ക് ചെയ്യേണ്ടി വരിക. അപ്പോൾ 1/f = 1/u + 1/v എന്നൊരു ഇക്വേഷൻ, f = uv/u + v എന്നൊരു ഇക്വേഷൻ. അതിനെ തന്നെ നമ്മളൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് uv/u + v എന്നിട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പൊ എന്താണ് u എന്ന് ചോദിച്ചാൽ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ്, വസ്തുവിലേക്കുള്ള ദൂരം. v എന്ന് പറഞ്ഞാൽ ഇമേജിലേക്കുള്ള ദൂരം. f എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത്. ഇതിന് സൈൻ കൊടുക്കുന്നതാണ് അല്പം ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു കോൺകേവ് മിറർ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് ലെഫ്റ്റിലേക്ക്, പോളിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള ദൂരം എല്ലാം നെഗറ്റീവായിരിക്കും. എന്ന് പറഞ്ഞാൽ u നെഗറ്റീവ് ആയിരിക്കും മിക്കപ്പോഴും. u നെഗറ്റീവ് ആയിരിക്കും, എപ്പോഴും u നെഗറ്റീവ് ആയിരിക്കും, മിക്കപ്പോഴും അല്ല എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. v നെഗറ്റീവാണ്, f നെഗറ്റീവാണ്. ചില സമയത്ത് മാത്രം, ഒരു സമയത്ത് മാത്രം ഇമേജ് അപ്പുറത്ത് വരും, അവിടെ മാത്രമേ ഉള്ളൂ v പോസിറ്റീവ്. ബാക്കി എല്ലാ കേസിലും u മൈനസ് ആയിരിക്കും, v മൈനസ് ആയിരിക്കും, f മൈനസ് ആയിരിക്കും. അത് കോൺകേവ് മിററിന്റെ ഒരു പ്രത്യേകതയാണ്. കാരണം ഓർക്കുക, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പോളിൽ നിന്ന് ഇടത്തോട്ട് അടക്കുന്നതൊക്കെ നെഗറ്റീവാണ്, റൈറ്റിലോട്ട് പോകുന്നത്, റൈറ്റിലോട്ടാണ് ഇമേജ് വീഴുന്നതെങ്കിൽ അത് പോസിറ്റീവായിരിക്കും. ആ പോയിന്റ് ഓർത്തിരിക്കണം. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ
ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് ഇങ്ങനെ വയ്ക്കും. അപ്പോൾ ഇമേജ് തലതിരിഞ്ഞാണ് കിട്ടുന്നത്. അപ്പോൾ അത് മുകളിലോട്ട് അളക്കുന്നതൊക്കെ പോസിറ്റീവ്, താഴോട്ട് അളക്കുന്നതൊക്കെ നെഗറ്റീവ്. അതാണ് ഈ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോൺകേവ് മിററിന്റെ പൊതുവെ നമുക്ക് പറയാം യു മൈനസ് ആയിരിക്കും, വി മൈനസ് ആയിരിക്കും, എഫ് മൈനസ് ആയിരിക്കും. വി ഒരു സമയത്ത് പോസിറ്റീവ് ആവും. എപ്പോഴാണ്? മിററിന്റെ ബാക്കിൽ ഇമേജ് ഫോം ചെയ്യുന്ന സമയം. ആ പടം ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് പോകാം. മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഓബ്ജക്റ്റിന്റെ ഹൈറ്റും വസ്തുവിന്റെ ഉയരവും പ്രതിബിംബത്തിന്റെ ഉയരവും ഇമേജിന്റെ ഹൈറ്റും തമ്മിൽ താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഇക്വേഷനാണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ്, പ്രതിബിംബത്തിന്റെ ഉയരം ഡിവൈഡഡ് ബൈ വസ്തുവിന്റെ ഉയരം. ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ്. മറ്റൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്. മാഗ്നിഫിക്കേഷന്റെ മറ്റൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് എം സമം മൈനസ് വി ബൈ യു എന്നൊരു ഇക്വേഷനോട് പ്രോബ്ലം അവിടെ ചോദിക്കാം. എഫ് കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ ചോദിക്കാം. ഇക്വേഷൻ എന്താ? എഫ് സമം യു വി ബൈ യു പ്ലസ് വി. വി കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ ചോദിക്കാം. പ്രതിബിംബം ലൊക്കേറ്റ് ചെയ്യുന്ന പൊസിഷനെ കണ്ടുപിടിക്കാൻ ചോദിക്കാം. വി സമം എഫ് യു ഡിവൈഡ് ബൈ യു മൈനസ് എഫ് യു ഡിവൈഡ് ബൈ യു മൈനസ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കണക്കുകൾ ചോദിക്കും. അപ്പോൾ അതിന്റെ സൈൻ കൊടുത്തിരിക്കുന്നത് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കും. ഇങ്ങനെയാണ് അതിന്റെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇക്വേഷൻ ഉണ്ട്, ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ്. കൂടാതെ എം സമം മൈനസ് വി ബൈ യു എന്നൊരു സമവാക്യവും കൂടി നമ്മൾ ഉപയോഗിക്കണം. മാഗ്നിഫിക്കേഷൻ സമം മൈനസ് വി ബൈ യു. ഹൈറ്റ് ഓഫ് ദി ഇമേജ് താഴോട്ടായിരിക്കും, അതുകൊണ്ട് അത് മൈനസ് ആയിരിക്കും. ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് മേളിലോട്ടായിരിക്കും, അതുകൊണ്ട് അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ആ സൈൻ കൊടുത്ത് തന്നെ ആ പ്രോബ്ലം നമ്മൾ ചെയ്യണം. ഇനി മാഗ്നിഫിക്കേഷൻ 1 വന്നെന്ന് വിചാരിക്കുക. എപ്പോഴാണ് 1 വരുന്നത്? ഹൈറ്റ് ഓഫ് ദി ഇമേജും ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റും ഒരുപോലെ ആകുമ്പോഴാണ്. ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് രണ്ടും സെയിം ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ 1 വരും. ആ ഹൈറ്റ് ഓഫ് ദി ഇമേജും ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് 1 വരുന്നത് എപ്പോഴാണ്? ഓബ്ജക്റ്റ് സിയിൽ വെക്കുമ്പോഴാണ്. ഓബ്ജക്റ്റ് സിയിൽ വെക്കുമ്പോഴാണ് രണ്ടിൻ്റെയും ഹൈറ്റ് ഒരുപോലെ വരുന്നത്. ആ പോയിന്റ് ഓർത്തിരിക്കണം. സി, ഓബ്ജക്റ്റ് അറ്റ് സി, ആ ചിത്രം നോക്കണം. ഓബ്ജക്റ്റ് ബിയോണ്ട് സി, സിക്ക് അപ്പുറം. അങ്ങനെയൊക്കെയുള്ള പടങ്ങൾ ഒരെണ്ണം പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കും. മോഡലിനുണ്ടായിരുന്നു, ഇത്തവണയും ചോദിക്കും. ഓബ്ജക്റ്റ് സിക്ക് അപ്പുറത്ത് വെക്കുമ്പോഴും സിയിൽ വെക്കുമ്പോഴും സിക്കും എഫിനും ഇടയ്ക്ക് വെക്കുമ്പോഴും ഓബ്ജക്റ്റ് വെക്കുമ്പോഴും ഒക്കെയുള്ള പടങ്ങൾ വരയ്ക്കാൻ നിങ്ങളടുത്ത് ചോദിക്കും. ആ പടം വരയ്ക്കാനുള്ളത് ഓർത്തുകൊണ്ട് പോകണം. പടം വരയ്ക്കുന്നതിനുള്ള സിമ്പിൾ വഴികളുണ്ട്. നേരെ ഒരു ലൈറ്റ് റേസ് പോവുകയാണെങ്കിൽ അത് ഫോക്കസിലൂടെ പോകും. ഫോക്കസിലൂടെയാണ് ഒരു ലൈറ്റ് റേസ് പോകുന്നതെങ്കിൽ അത് പാരലായിട്ട് പോകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അത് വെച്ച് നമുക്ക് പടം ഈസി ആയിട്ട് വരയ്ക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ പടങ്ങളൊക്കെ വരയ്ക്കേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് 4 ചാപ്റ്ററുകളാണ് നമ്മൾ ഇന്ന് റിവിഷൻ ചെയ്യുന്നത്. ഈ 4 ചാപ്റ്ററിൽ പാർട്ട് ഫസ്റ്റിലെയാണ് 4 ചാപ്റ്റർ. വളരെ പ്രധാനപ്പെട്ട 4 ചാപ്റ്ററുകളാണ്. ഇനി 3 ചാപ്റ്ററുകളാണ് ഉള്ളത്. ആ 3 ചാപ്റ്ററുകൾ നമ്മൾ വരുന്ന ദിവസം ഫിസിക്സിൻ്റെ ക്ലാസ്സിൽ മറ്റന്നാളാണെന്ന് തോന്നുന്നു. മറ്റന്നാൾ ദിവസം നമ്മളത് ബാക്കിയുള്ള ചാപ്റ്ററുകൾ കൂടി റിവൈസ് ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് വരും ദിവസങ്ങളിൽ അത് ഈ KSTയുടെ അധ്യാപക ലോകം ഫേസ്ബുക്ക് പേജിലൂടെ തന്നെ അത് നമുക്ക് ഫിനിഷ് ചെയ്യാവുന്നതാണ്. നമുക്ക് അത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയും എന്നാണ് വിശ്വാസം. ഞാൻ ഒരുവിധപ്പെട്ട എല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന എല്ലാം പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തത വരേണ്ട കാര്യങ്ങളുണ്ടെങ്കിലോ നിങ്ങളത് ഒരിക്കൽ കൂടി ചോദിച്ചാൽ നമ്മൾ തീർച്ചയായും അത് വരുന്ന ദിവസം നമുക്കത് പറഞ്ഞു തരാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും ഈ 4 ചാപ്റ്റർ ഫിസിക്സ് പരീക്ഷ ഒക്കെ വളരെ ഈസിയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു.